പ്രിയ- പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നുണ്ടോ. ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് വിജയൻ. ഹായ് ഹായ് മാഷേ. ഹായ് വിജയൻ മാഷേ. മാഷേ, ഹായ് ഹായ് വിജയൻ ഹായ്. മാഷേ. ഹായ് ഹായ് ഹായ്. ഹായ് മാസ്റ്റർ. ഹായ് ഹായ്. ഹായ് മാഷേ. ഹായ് ഹായ് എവരിബഡി. മെയിൻ്റെനൻസ് സ്റ്റാർ ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാണ്. ഞാൻ വേറൊരു വഴിക്ക് യാത്രയിലായിരുന്നു. ഞാനിപ്പോ 9:50 വീട്ടിലെത്തിയത്. ഏതായാലും മെയിൻ്റെനൻസ് സ്റ്റാറിൽ കയറിയില്ലെങ്കിൽ എനിക്കും ഒരു അസ്വസ്ഥതയാണ്. കാരണം എല്ലാ തിങ്കളാഴ്ചയും വരുന്നതാണല്ലോ. കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പഴയ ആശയങ്ങളെ കൈവിടുക എന്നുള്ളത്. അത് തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ്. കുടിക്കുന്ന കാലത്ത് കുടിയെക്കുറിച്ചും കുടി നിർത്തുന്നതിനെ കുറിച്ചും കുടിയിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങളെ കുറിച്ചും എല്ലാം ഒരു ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കുടി, എങ്ങനെയാണ് കുടി എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇതല്ലാതെ പല സ്ഥലത്തുനിന്നും കേൾക്കും, പക്ഷെ അതൊന്നും നമ്മൾ അത് സ്വീകരിക്കില്ല. കാരണം കുടിയെക്കുറിച്ച് എനിക്കറിയാം. എന്താണ് കുടി, എങ്ങനെയാണ് കുടി, അതുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് എനിക്കറിയാം. ദോഷങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അതിനെ അത് നെവർ മൈൻഡ് ആക്കി അങ്ങ് വിടും. അത് എടുക്കുകയില്ല. കാരണം അതിനൊക്കെ നമ്മൾ കുറെ ന്യായീകരണം പറയും. ആരെങ്കിലും ഒക്കെ കുടിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ അത് അയാൾ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, വേറെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. കാരണം കുടിച്ചാൽ അങ്ങനെ മരിക്കുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ കുടിച്ച്, എന്റെ വീട്ടിലുള്ള തറവാട്ടിലുള്ള മറ്റേ ആള് കുടിക്കുമായിരുന്നല്ലോ, അയാൾ 10, 90, 100 വയസ്സ് വരെ ജീവിച്ചല്ലോ. അപ്പൊ കുടിച്ചിട്ടൊന്നുമല്ല ഒരാൾ ചാവുന്നത്. അത് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. കുടിച്ചിട്ട് ചാവുകയാണെങ്കിൽ ഇയാൾ ചാവട്ടെ. അങ്ങനെ കുടിയുടെ കാര്യത്തെ കുറിച്ച് കുറെ കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുടി നിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഞാനൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, കുടി നിർത്താൻ പോയി കഴിഞ്ഞാല്, കുടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നിനും കൊള്ളിയല്ല. ഒരു എന്തോ ഒന്ന് മുറിച്ചു കളഞ്ഞതുപോലെ ഒരു അങ്ങനത്തെ ഒരുത്തനായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം കുടിച്ച് ചാവുന്നതാണ് എന്ന് ഒരു കൺസെപ്റ്റ് ഞാൻ കുടിക്കുന്ന സമയത്ത് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ കുടി നിർത്താൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ കൊടുത്തിട്ടാണ് അത് കുടി നിർത്തുക. അങ്ങനെ കുടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങനെ കുടിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. അതുകൊണ്ട് ആ കുടി നിർത്താൻ പോകാൻ പാടില്ല. കുടി നിർത്താനും പാടില്ല. തന്നെ എന്നെ കുടിക്കുന്നവൻ എന്തിനാണ് കുടി നിർത്തുന്നത്? കുടി നിർത്തേണ്ട കാര്യമില്ല, കുടി കുറച്ചാൽ മതി. കുടി ഒരിക്കലും കുഴപ്പമുള്ള കേസല്ല. അങ്ങനെയാണ് കുടിയെ കുറിച്ചുള്ള കേസും ചിന്തയും. അതേപോലെ കുടി നിർത്തുന്നതിനെ കുറിച്ചും ഉള്ള ചിന്ത. രസകരമായ ഈ ഒരു പിന്നെ മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നത്, കുടിക്കാത്ത ആൾക്കാരെ കുറിച്ച് ഇഷ്ടംപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ജീവിതം എന്നുള്ളത് ആസ്വദിക്കാനുള്ള സംഗതിയാണ്. അത് കുറച്ചൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ കുടിക്കാത്തവര് എന്തിനാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് വെക്കും, എന്നിട്ട് ജീവിതം ആസ്വദിക്കാത്ത ഇവരൊക്കെ അവസാനം ചാവുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? ജീവിക്കുന്ന കാലത്ത് രാജാക്കന്മാരെ പോലെ ജീവിക്കണം, കുറച്ച് സാധനം കുടിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്ത. വേറെ ഒരു ചിന്ത, കുടി കുറച്ച് അധികമായി കഴിഞ്ഞപ്പോൾ ചിന്ത ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി. പറഞ്ഞു, നല്ല കുടിക്കുകയാണെങ്കിൽ നല്ല സാധനം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് നല്ല ഉയർന്ന ബ്രാൻഡുകൾ, ഈ ലോക്കൽ സാധനം കുടിച്ചിട്ടാണ് ഈ കുഴപ്പം ഉണ്ടാവുന്നത്. നല്ല സാധനം കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പൈസ കൂടിയ സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ കുടിക്കണം. പിന്നെ ഉണ്ടാക്കി വെച്ച ഒരു ആശയം എന്ന് പറഞ്ഞത്, ചിലപ്പോഴൊക്കെ അങ്ങനെ കുടിച്ചതും കുഴപ്പമായപ്പോ പറഞ്ഞു, വെള്ളം ധാരാളം ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വെള്ളം അതുപോലെ തന്നെ രാവിലെ കുടിക്കാതിരുന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. രാവിലെ കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. അതുകൊണ്ട് രാവിലത്തെ കുടി ഒരിക്കലും ഞാൻ രാവിലെ കുടിക്കാൻ ഇടയാവില്ല. കാരണം രാവിലെ കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് രാവിലെ കുടിക്കൂല. അവർ നല്ല വെള്ളം ഒഴിച്ച് കുടിക്കും, നല്ല ബ്രാൻഡ് കുടിക്കും. അതേപോലെ പോയിട്ട്
ആ, എന്താ പറയാ, അവിടെ പോയി ഇരുന്ന് കുടിക്കില്ല. അങ്ങനെയൊക്കെ കുടിക്കുമ്പോഴാണ് ഈ കുഴപ്പം ഉണ്ടാവുന്നത് എന്ന ഒരു കൺസെപ്റ്റ് ഈ കുട്ടിക്ക് അനുകൂലമായി രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളിൽ പലരും. അത് ഞാൻ ഉൾപ്പെടെ, ഞാനും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്ത് ആ ഒരു മറുവശം ഉണ്ട് എന്ന് പറഞ്ഞാല് ആ മറുവശത്തെ കുറിച്ച് കേൾക്കാനോ ചിന്തിക്കാനോ അതിന്റെ അകത്തേക്ക് ഒന്നിനും താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കുടിയുടെ കാലഘട്ടം. ഇവിടെയാണ് എയിലേക്ക് മാറി കഴിഞ്ഞപ്പോ വന്നു കഴിഞ്ഞപ്പോ ഈ കൺസെപ്റ്റ് മൊത്തം പൊളിച്ചിട്ട് വേറെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെ ആണ് നമ്മൾ ചിന്താഗതിയെ മാറ്റിയെടുക്കുന്ന ഒരു പരിപാടിയാണ് ആൽക്കഹോളിസം അനോണിമസ് എന്ന് മനസ്സിലായി. ഈ ആൽക്കഹോളിസം അനോണിമസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചികിത്സാലയത്തിൽ പോയി ചികിത്സ കഴിഞ്ഞ് ഇറങ്ങി 10-20 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആള് ഒരിക്കൽ പോലും അവരുടെ ഈ കൺസെപ്റ്റ് അവർ മാറ്റുന്നില്ല. കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് കുറച്ചു കാലം കുടിക്കാതെ ചികിത്സാലയത്തിൽ പോയി കുടി നിർത്തി തിരിച്ചു വരുന്നു. പിന്നെ അയാളുടെ വിൽ പവർ കൊണ്ട് ഇയാള് കുറച്ചു ദിവസമൊക്കെ നിൽക്കുന്നു. പിന്നെ ഒരു യാന്ത്രികമായ ഒരവസരത്തിൽ വീണ്ടും കുടിച്ചു പോകും. അങ്ങനെ വീണ്ടും അയാൾ അടുത്ത ചികിത്സാലയത്തേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആൽക്കഹോളിസം അനോണിമസ് വന്നപ്പോ ആ ആ ഒരു, അതായത് അവിടെ ചികിത്സാലയത്തിൽ നിന്ന് വന്നിട്ട് പുറത്ത് നിൽക്കുന്ന ആള് ആൽക്കഹോളിസം അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോയിട്ടില്ല എങ്കിൽ അവരുടെ ചിന്താഗതിയിൽ അവരുടെ പഴയ ആശയങ്ങളൊന്നും അവർ മാറ്റിയിട്ടില്ല. അവര് കുടി മാത്രമാണ് മാറ്റിവെച്ചത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കുടി അങ്ങോട്ട് മാറ്റി വെച്ചതിനോടൊപ്പം തന്നെ ആ കുടിയിലേക്ക് നയിക്കുന്ന നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച കുറേ ആശയങ്ങളെ മാറ്റാൻ തയ്യാറായില്ല. അത് ഏറ്റവും ഒരു നാണം കെട്ട ഏർപ്പാടാണ് എന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചത്. ഒരു ബലഹീനതയാണെന്നാണ് വിചാരിച്ചത്. ഒന്നിനും കൊള്ളാത്തവനായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് കഴിവുള്ള ഒരാളാണ്, ഞാൻ നല്ല കഴിവുള്ള ആളാണ്, എല്ലാ കാര്യത്തിനും എനിക്ക് കഴിവുണ്ട്. അതുപോലെ കുടി നിയന്ത്രിക്കാനും എനിക്ക് കഴിവുണ്ട്. കുടി മാത്രമല്ല, ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചാൽ വിചാരിച്ച പോലെ നടത്താൻ എനിക്ക് പറ്റുമെങ്കിൽ കുടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം ഞാൻ നടപ്പിലാക്കും. അതുകൊണ്ട് ആ വിൽ പവർ കൊണ്ട് എനിക്ക് കുടിക്കണം എന്ന് തോന്നിയാലല്ലാതെ ഞാൻ കുടിക്കില്ല. കുടിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ കുടിക്കാതിരിക്കും. അങ്ങനെ ഞാൻ എത്രയോ നാളുകൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. നോയമ്പുകൾ നോറ്റിട്ടില്ലേ? 50 നോമ്പ് നോറ്റിയിട്ടുണ്ട്, 25 നോറ്റിട്ടുണ്ട്, റംസാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, മണ്ഡല നോമ്പ് നോറ്റിട്ടുണ്ട്, ഇതൊക്കെ നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് കുടിക്കാതെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട. ഞാൻ കുറച്ച് കുടിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് എന്ന ആ ഒരു കൺസെപ്റ്റിലാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഈ കുടിക്കുന്ന സാധനത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ മദ്യം എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, തികച്ചും രാസവസ്തുവാണ്. അത് അത് ഒരു ഒരു പാനീയമല്ല, ഒരു സോഡയോ അല്ലെങ്കിൽ ഒരു ഇത് കുടിക്കുന്ന പോലെ ഒരു പാനീയമല്ല, ദാഹശമനീയമല്ല, കുടിക്കാനൊരു രസമില്ലാത്ത സാധനമാണ്. ഈ ആൽക്കഹോൾ കണ്ടന്റ് നമുക്ക് പല ഭക്ഷണ സാധനങ്ങളുണ്ട്. പല പല പഴവർഗ്ഗങ്ങളിലും ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പഴവർഗ്ഗങ്ങൾ ധാരാളം. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക സെറ്റപ്പിലൂടെയാണ്. അതില് ഇത് നല്ല സാധനമാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായി മാറും. അതുകൊണ്ടാണല്ലോ ഈ മരുന്നുകൾ നല്ലതാണ്, പക്ഷെ ലഹരി മരുന്നും മരുന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതിന് മരുന്നെന്ന് പേര് വന്നത്. ലഹരി ഉണ്ടാക്കുന്ന മരുന്നുകൾ അത് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അത് എങ്ങനെ മെഡിസിൻ ആവുന്നു? അത് കൃത്യമായ ഡോസിൽ കഴിക്കുകയാണെങ്കിലാണത് മരുന്ന്. അതല്ലെങ്കിൽ അത് ഒരു മാരകമായ സംഗതിയാണ്. ഏതൊരു ഗുളികയും ഒരു 250 mg ആണ് കഴിക്കുന്നത്, 500 mg ആണ് കഴിക്കുന്നതെങ്കിൽ 500 mg അല്ല, ഒരു 1000-ഓ 2000-ഓ കഴിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ആരോഗ്യത്തെ തകരാറിലാക്കും. അതേപോലെ ഈ ആൽക്കഹോൾ കണ്ടന്റ് പഴവർഗ്ഗങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന ആൽക്കഹോൾ കണ്ടന്റ് ഒരു നിശ്ചിത അളവിലാണ് ശരീരത്തിലുള്ളതെങ്കിൽ ശരീരം വലിയ കുഴപ്പമില്ല. പക്ഷെ നിശ്ചിത അളവ് കൂടുതൽ വന്നല്ലോ, ആൽക്കഹോൾ മാത്രമായിട്ട് ഊറ്റിയെടുത്തിട്ട്
നമ്മുടെ ശരീരത്തിലേക്ക് ചെലുത്തുന്ന ഒരു ഏർപ്പാടാണ് മദ്യപാനം എന്ന് പറയുന്നത്. ഭക്ഷണ സാധനങ്ങളിലൂടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അമിതമായ ഒരു ഉപയോഗം കഴിയുമ്പോൾ അത് നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ ബ്ലഡില് തകരാറുകൾ സംഭവിക്കുന്നു. ആമാശയത്തില്, കുടലില്, കരളില്, വായയില്, തലച്ചോറില്, കിഡ്നിയില് എന്ന് വേണ്ട ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും തകരാറ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ തകരാറ് സംഭവിച്ചിട്ട് എത്രയോ തരം രോഗങ്ങൾ, 200 പരം രോഗങ്ങൾ എന്നാ പറഞ്ഞത്. അത്രയും രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാരകമായ സംഗതിയാണ് എന്ന് ഇതിനകം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പലയിടത്തും വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ ഇങ്ങനെ ഇത്ര മാരകമായിട്ടുള്ള ഒരു പ്രശ്നം ഈ ഒരു മദ്യത്തിനുണ്ട് എന്നുള്ളവരും കുടിക്കുന്ന സമയത്ത് ഒരിക്കലും ഓർത്തിട്ടില്ല. കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആകെയുള്ള പ്രശ്നം അത് പൂസായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ തല നേരെ നിൽക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോവുക, അല്ലെങ്കിൽ പൈസ പോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു ചെറിയ ചെറിയ കാര്യത്തെ കുറിച്ചല്ലാതെ ഇത് ദൂരവ്യാപകമായി നമ്മളുടെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഈ മനോഹരമായ ഒരു ശരീരത്തെ നമ്മൾ തന്നെ തകർക്കുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. നമ്മള് നമ്മൾ എന്ന് പറയുന്ന ഒരാളുടെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു ശരീരം തന്നിട്ടുണ്ട്. ആ ശരീരം തന്നിട്ടുള്ളതിന് കുറെ അവയവങ്ങൾ തന്നു. ഈ അവയവങ്ങളെയൊക്കെ നന്നായി ഉപയോഗിക്കാൻ അറിയേണ്ട ആളാണ് ഞാൻ. എനിക്ക് എന്റെ വണ്ടി എങ്ങനെയാണ്, വണ്ടിക്ക് ചെറിയൊരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വേഗം കൊണ്ട് നന്നാക്കാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു മെഷീനറി വീട്ടിലുണ്ടെങ്കിൽ അതിനൊക്കെ വേഗം ചെറിയ തകരാറ് സംഭവിച്ചുകൊണ്ട് വേഗം നന്നാക്കാനോ ഒക്കെ അറിയാമെങ്കിൽ പോലും ഞാൻ എന്ന വ്യക്തി പ്രവർത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ യന്ത്രത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ള വിവരം ഒരു ഒരു സൈക്കിളിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന ഒരു കെയറിങ് പോലും നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നതാണ്. കാരണം ഇത് നടക്കണമെങ്കിൽ, വണ്ടി ഓടണമെങ്കിൽ അതിന് ഇന്ന സംഗതികൾ വേണം. അതേപോലെ എന്റെ ശരീരം യഥാർത്ഥത്തിൽ ചലിക്കണമെങ്കിൽ അതിന്റെ പാർട്സ് ഒക്കെ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം. പക്ഷെ അതിന്റെ ഇങ്ങനെ തകരാറ് വരുത്താൻ വേണ്ടി ബോധപൂർവം നമ്മൾ തന്നെ ശ്രമിക്കുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അത് അങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതൊരു കുഴപ്പമുള്ള കേസല്ല. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്, ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ഇത് എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു രോഗിയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ള ഒരു റിയലൈസ് ചെയ്യാം. അവിടെയാണ് നമ്മൾ ആദ്യത്തെ മാറ്റം വരുന്നത്. ഇത് ഒരു കുഴപ്പമുള്ള സാധനമല്ല എന്നുള്ളിടത്തുനിന്ന് ഇത് എന്റെ ശരീരത്തിലേക്ക് ഒരു നിശ്ചിത അളവില്, മാക്സിമം എന്ന് പറയുന്നത് ഒരു 75 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 90 മില്ലിഗ്രാം മദ്യം തന്നെ അപകടമാണ്. 60നും 90നും ഇടയ്ക്കുള്ള മില്ലിഗ്രാം ഒരു 70-75 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത് പാടും. അതിനപ്പുറത്തേക്ക് ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ അത് ഓവറാണ്. പക്ഷെ നമ്മള് 90, 180, 150 ഒന്നും അല്ലല്ലോ, നമ്മൾ അതിന്റെ കൂടുതൽ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു പാനീയമായോ ഉത്തേജക വസ്തുവായോ മയക്കുമരുന്നായോ ഓജസ്സിനുള്ള ഔഷധമായോ അല്ലെങ്കിൽ സ്വാസ്ഥ്യത്തിനുള്ള മരുന്നായോ മദ്യം ഉപയോഗിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതത്വവും അപകടരഹിതവുമാണെന്ന് ഇപ്പോൾ കരുതാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇതൊരു ഉത്തേജക വസ്തു അല്ല. ഉത്തേജകം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഈ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. ഈ ഒരു മദ്യം ചെല്ലുന്നതോടെ ഈ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ശരീരത്തിൽ ചെല്ലുന്നതോടുകൂടി നമ്മുടെ ഡോപ്പാമിൻ എഫക്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നു. ഭയങ്കരമായിട്ട് ഡോപ്പാമിൻ ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് ഭയങ്കരമായ ഒരു പ്ലഷർ അനുഭവിക്കുന്നു. ഭയങ്കരമായൊരു സന്തോഷം, എനർജി ഒക്കെ വരുന്നു. ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ നടന്നത്. പക്ഷെ ഈ ഡോപ്പാമിൻ എഫക്റ്റിന്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യം, ഈ ഡോപ്പാമിൻ ഒരിക്കൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് ഡോപ്പാമിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെ കൊണ്ട് ഡോപ്പാമിൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡോപ്പാമിൻ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഡോപ്പാമിൻ ഉൽപാദനം
അതേ അളവിലാണെങ്കിൽ ഒരു നിശ്ചിത ദിവസമേ നിൽക്കും. ഏത് കാര്യം കൊണ്ടും നമുക്ക് ഡൊപ്പാമിൻ ഉണ്ടാക്കാം, കഴിച്ചോളണമെന്നില്ല. ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ മതി. ഇപ്പൊ ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ സന്തോഷം ഡൊപ്പാമിൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആ സന്തോഷം ഒരു 10 20 ഒരു മാസമോ കഴിയുമ്പോഴേക്കും ആ സന്തോഷം ഇല്ലാണ്ടാവും. പിന്നെ വണ്ടിയോട് സാധാരണയായി മാറും. നമ്മൾ ഒരു ഭക്ഷണം, പുതിയതായ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഇനി ആ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത്ര വലിയ സന്തോഷം ഉണ്ടാവും. ഒരു യാത്ര പോവുകയാണെങ്കിൽ ഭയങ്കരമായ പുതിയതായ ഒരു സ്ഥലത്തിലും ഭയങ്കരമായ ഒരു സന്തോഷം. പിന്നെ ആ സ്ഥലത്തേക്ക് യാത്ര പോയി കഴിഞ്ഞാൽ ആ സന്തോഷം ഉണ്ടാകും. ഇപ്പൊ ഏത് കാര്യവും ആദ്യ ഘട്ടത്തിൽ ഒരു ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുമെങ്കിലും പിന്നെ ആ സന്തോഷം കിട്ടില്ല. പിന്നെ ആ സന്തോഷം കിട്ടണമെങ്കിലുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം ചെയ്യണം. ഒരു ഒരാൾ അംഗീകരിച്ചപ്പോ ഒരു സന്തോഷം ഉണ്ടായെങ്കിൽ പിന്നെ അതേ ലെവലിലുള്ള ഒരു അംഗീകാരം കിട്ടിയ സന്തോഷം ഉണ്ടാവില്ല. അതിനേക്കാൾ വലിയ ലെവലിലുള്ള ഒരു അംഗീകാരം കിട്ടും. ഒരു വണ്ടി വാങ്ങിയപ്പോ സന്തോഷം ഉണ്ടായെങ്കിൽ ഇനി ആ വണ്ടിക്ക് സന്തോഷം ഉണ്ടാവും, വേറൊരു വണ്ടി വാങ്ങിയാൽ സന്തോഷം ഉണ്ടാവും. ഒരു നല്ല ഫുഡ് കഴിച്ച സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതിനേക്കാൾ നല്ല ഫുഡ് കഴിച്ചത് സന്തോഷം ഉണ്ടാവും. ഏത് സന്തോഷത്തിന്റെ ബേസും എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ സംഭവം കൊണ്ടോ ആണെങ്കിൽ ആ സംഭവം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് സന്തോഷമേ അല്ലാതായി മാറും. പിന്നെ സന്തോഷം കിട്ടണമെങ്കിൽ ആ സംഭവത്തിനേക്കാൾ ഉയർന്ന ഒരു സംഗതി കിട്ടണം. പ്രത്യേകിച്ച് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യം ഇത് തന്നെയാണ്. ഏത് ലെവലിലാണോ നമുക്ക് സന്തോഷം കുറച്ചു ദിവസം കിട്ടിയത്, പിന്നെ ആ ലെവലിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉണ്ടാവില്ല, ഡോപ്പാമിൻ ഉണ്ടാവില്ല. പിന്നെ അതിനേക്കാൾ കൂടിയ അളവിൽ വേണം. മദ്യം മാത്രമല്ല ഏതും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇതില് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മോനോട് ചോദിച്ചു, സിനിമ കണ്ടാൽ സന്തോഷം ഉണ്ടാവും, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സങ്കടമാണ് വരുന്നത്. കാരണം ആ നല്ല സന്തോഷം ഉണ്ടാക്കിയ സിനിമയുടെ ലെവലിനേക്കാൾ ഉയർന്ന ലെവലിലുള്ള ഒരു സിനിമ കണ്ടാൽ മാത്രമേ ഇനി സന്തോഷം ഉണ്ടാവും. മറ്റേ സിനിമ കാണാൻ പോകുന്നതൊക്കെ വെറുതെയാണ്. എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിലാണ് തിരിച്ചേ വളരെ മോശമായി പോയി. സന്തോഷമേ ഉണ്ടാവുന്നില്ല. എന്നാലോ സിനിമ കണ്ടാൽ സന്തോഷം ഉണ്ടാവുന്നുള്ളത് ആരുടെ? അപ്പൊ അതുകൊണ്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവര് ഇത് കൂടിക്കൂടി വരാനുള്ള കാരണം ആദ്യത്തെ ലെവലില് നമുക്ക് അത് സന്തോഷം ലഭിക്കുന്നില്ല എന്നാണ്. അങ്ങനെയാണ് 2 പെഗ്, പിന്നെ 3 പിന്നെ 4 പിന്നെ 5 അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ നിലനിർത്തുന്നില്ല. കാരണം കുറച്ചു കാലം ചിലപ്പോൾ ഒരു 4 പെഗിൽ നിർത്തിപ്പോയി, നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് മെല്ലെ 5ലേക്ക് കിടക്കും. പിന്നെ അത് കുറച്ചു ദിവസം അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് 6ലേക്ക് അങ്ങനെ കൂടി കൂടി വന്ന അങ്ങനെയാണ് നമ്മൾ ഈ ആസക്തി രോഗത്തിലേക്ക് പോയി. അതായത് ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതി വേണം എന്ന നമ്മളുടെ മനസ്സാണ് നമ്മൾ ആസക്തിയുള്ള ആളാണെന്ന് പറയുന്നത്. അത് മദ്യത്തിന്റെ കാര്യത്തില ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഈ ആസക്തി രോഗം നമ്മളിൽ ഉണ്ടാവുന്നില്ല. മേൽ പറഞ്ഞ പ്രകാരമുള്ള ഏതെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി മാത്രം മദ്യം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും നേരിട്ട് ശാരീരിക അപകടത്തിലോ മാനസിക അധപ്പതനത്തിലോ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാവണമെന്നില്ല ആദ്യം കുടിക്കുന്ന ഒരാൾക്ക്. മിക്കവാറും ആളുകൾക്കും മാന്യമായ രീതിയിൽ അവർക്കും മറ്റുള്ളവർക്കും കുഴപ്പം വരുത്താതെ അത് ഉപയോഗിക്കാനുള്ള കഴിവുള്ളതായി കാണപ്പെടുന്നു. എന്നാൽ ഇത് കഴിക്കുന്ന ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഒരു റിലേഷൻ കിടക്കുന്നത്. എല്ലാ ശരീരവും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചില ശരീരം ഇത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോ ഓരോരുത്തരുടെ ശരീരവുമായിട്ട് അവരുടെ ശരീരഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതല്ലാതെ എൻ്റെ ഒരു കഴിവായിട്ടായിരുന്നു നമ്മുടെ കുട്ടിസഭയിലൊക്കെ നിലനിൽക്കുന്നത്. മദ്യം എന്താ പറയാ നിലനിർത്തി കുടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പാകത്തിന് കുടിക്കാനുള്ളത് ഒരു കഴിവായിട്ടാണ് കുടിക്കുന്ന സമയത്ത് ഇതിന് കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. വൈദ്യശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ മിതമായ മദ്യപാനം ഔഷധപരമായും കുടിച്ചു കൂത്താടൽ ഔഷധത്തിന്റെ അമിത ഉപയോഗമായും കണക്കാക്കാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇത് ഒരു ഔഷധത്തിന്റെ ഇത്ര mg കുടിച്ചു കഴിഞ്ഞാൽ ഔഷധമാണെങ്കിൽ ആ ഔഷധത്തിന്റെ അമിത ഉപയോഗമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ ഔഷധത്തിന്റെ ദുരുപയോഗം
നേരത്തെ പറഞ്ഞ ശാരീരികം മാത്രമല്ല, മാനസികമായും ഗാർഹികമായും കുടുംബപരമായും സാമൂഹ്യപരമായും സാമ്പത്തികമായും തൊഴിൽപരമായും എന്നിങ്ങനെ എണ്ണമറ്റ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞു. നേരത്തെ ഈ പറഞ്ഞ ഒരു മേഖലയിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. കുടിക്കുന്ന സമയത്ത് വീട്ടിലെന്ത് പ്രശ്നം? വീട്ടില് ഞാൻ കുറച്ച് എൻജോയ് ചെയ്യുന്നതിന് വീട്ടുകാർക്കൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കുറച്ച്, വീട്ടിലൊരു പ്രശ്നമില്ല. സമൂഹത്തിൽ പ്രശ്നമില്ല, കാരണം സമൂഹത്തിൽ എല്ലാവരും കുടിക്കുന്നതാണ്. പിന്നെ സാമ്പത്തികം പറഞ്ഞാൽ പൈസ ഇന്ന് വരും നാളെ പോകും. ഇപ്പോ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടാക്കി വെച്ചവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലല്ലെങ്കിൽ വേറൊരു തൊഴിൽ ചെയ്യും, അതും ഒരു വിഷയമാണ്. ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം നിസാരവൽക്കരിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. നിസാരവൽക്കരിക്കുക. മദ്യപാനികളെ കുറിച്ച് പറയുന്നത് 3 നീന്റെ ആൾക്കാരാന്നാ പറഞ്ഞത്. നീ നിഷേധിക്കുക, നിസാരവൽക്കരിക്കുക, പിന്നെ ന്യായീകരിക്കുക. 3 ന്യായാണ്. ന്യായീകരിക്കുക. ഇതാണ് മദ്യാസക്തന്റെ ഒരു അടിസ്ഥാനപരമായ 3 സിദ്ധാന്തങ്ങൾ. നിസാരവൽക്കരിക്കുക. അത് കുഴപ്പമില്ല, അത് വിഷയമല്ലേ, രണ്ടെണ്ണം അടിച്ചല്ലേ, ഇന്നലെ വീണ് പോയതല്ലേ, അത് പ്രശ്നമല്ല, അതങ്ങനെ സംഭവിച്ചു. അതിന് എത്ര എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ ഒരു നെവർ മൈൻഡ് ആയിട്ട് കുഴപ്പമില്ല. രണ്ടാമത്തത് ആ സ്വഭാവം എന്ന് പറയുന്നത് ന്യായീകരിക്കലാണ്. അത് ഇന്നലെ ഇത്തിരി കൂടി പോയതിന്റെ കാരണം മറ്റുള്ള എന്തെങ്കിലും സോഴ്സ് പറയും. അതായത് അതായത് കൊണ്ടാണ് അവർ സ്ഥാനം വാങ്ങിയത് കൊണ്ടാണ്, അത് അവിടെ അങ്ങനെ കിട്ടിയത് കൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഒരുപാട് സംഗതി. എന്റെ കുഴപ്പമായിട്ട് ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല. മറ്റുള്ള ആൾക്കാരിലായിരുന്നു എല്ലാം ചാരി അത് ന്യായീകരിക്കും. പിന്നെ നിഷേധിക്കുക. ആദ്യമൊക്കെ ഈ 2 പെഗ് കുടിച്ചിട്ട് 4 പെഗ് കുടിച്ചു. എത്രയാണോ കുടിച്ചത് ആ കുടിച്ചതിനേക്കാൾ കൂടുതൽ അളവ് പറയുമായിരുന്നു. കാരണം നല്ല ഒരു കുടിയനാണ് എങ്കിൽ കൂടുതൽ കുടിച്ചിട്ട് നേരെ നടക്കണം. കുറെ കുടിക്കണം, നേരെ നടക്കണം. ഞാനിപ്പോ നേരെ നടക്കുന്നത് ഞാൻ 2 അടിച്ചിട്ടല്ല, ഞാൻ 4 അടിച്ചിട്ടാണ്. അപ്പോ അതായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ അളവ് ഇങ്ങനെ കൂടി കഴിഞ്ഞപ്പോ 4നും 5നും 6നും ഒക്കെ മുകളിലായി കഴിഞ്ഞപ്പോ നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. 8 അടിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ 2 അടിച്ചു. ആ ഒരു രാവിലെ മണം വരുമ്പോ, രാവിലെ കുടിച്ചിട്ട് ആ കുടിച്ചത് മണക്കുമ്പോ ഇന്നലത്തെ ആണെന്ന് പറയും. ഇന്നത്തെ ഒന്നല്ല, ഇന്ന് രാവിലെ കുടിച്ചിട്ടൊന്നുമില്ല, ഇന്നലത്തെ ഞാൻ 2 അടിച്ചായിരുന്നു, അതിന്റെ മണമാണെന്ന് പറയും. അങ്ങനെ നിഷേധിക്കുന്ന ഒരു ഒരു ക്യാരക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഏഹ്, എൻ- മറ്റുള്ളവരെ എണ്ണമറ്റ പ്രശ്നങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുടി ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് കൂടുതലായി ചിന്തിക്കുന്നതിന് പകരം ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, കുടി എനിക്ക് കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു മാറ്റമാണ് പറഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന ചിന്താഗതികളാണ് നേരത്തെ ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ ഏല് വന്നപ്പോ എന്ത് ചെയ്തു വെച്ചാല്, കുടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു. അത് ആർക്കും എന്തും കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണേലും തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാരും ഇതുവരെ തടഞ്ഞിട്ടില്ല. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ സ്വാതന്ത്ര്യത്തിന് അതിരുണ്ട്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന തരത്തില് എന്റെ സ്വാതന്ത്ര്യം എനിക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അപ്പൊ ഞാൻ എന്റെ കുടി നടക്കുന്നത് കൊണ്ട് എന്റെ വീട്ടിലുള്ള എത്രയോ പേരുടെ സ്വാതന്ത്ര്യമാണ് ഞാനത് അപകടത്തിലാക്കുന്നത്. എത്രയോ പേരുടെ സ്വസ്ഥതയാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. എനിക്ക് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ ജീവിതത്തില് ബാധിക്കുന്ന തരത്തിലേക്ക് എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള അവകാശം എനിക്കില്ല. എന്റെ പറമ്പിന്റെ അതിര് കഴിയുമ്പോ മറ്റേയാളുടെ പറമ്പ് തുടങ്ങും. അയാളുടെ പറമ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. ഈ വണ്ടി ഓടിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ ഏത് റൂട്ടിൽ ഓടിക്കാനുള്ള അവകാശമുണ്ട്, ഏത് വണ്ടി ഓടിക്കാനുള്ള അവകാശം, പക്ഷെ വേറൊരു വണ്ടിക്കാരനെ തടസ്സപ്പെടുത്താനുള്ള അവകാശം എനിക്കില്ല. അതുപോലെ എനിക്ക് മദ്യപിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അതുകൊണ്ട്
തടസ്സമായി വന്നപ്പോ എന്റെ അവകാശം മറ്റുള്ളവരുടെ അവകാശ ലംഘനം വന്നപ്പോ അത് അവരെ ബാധിക്കാൻ തുടങ്ങി. അത് ഈ കുടിക്കുന്ന സമയത്ത് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്റെ കുടിയുടെ കാലത്തൊക്കെ തന്നെ എത്രയോ പേരുടെ അവകാശങ്ങളെ, എത്രയോ പേരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അവകാശങ്ങളെ ഞാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ ആൾക്കാർക്ക് വേദന കൊടുത്തിരിക്കുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നത് എന്റെ ആശയം കംപ്ലീറ്റ് മാറി. പുതിയ രാജ്യത്തിൽ എന്റെ കുടി ആർക്കും കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് ആദ്യം തന്നെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നിടത്ത് നിന്ന് എന്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്തെ തിരിച്ചറിവ്, എന്റെ കുടി കൊണ്ട് എന്നുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ തിരിച്ചറിവ്. ഇപ്പൊ രണ്ട് ആശയമാണ് അവിടെ ഒന്ന് മാറിയത്, ശരിക്കും അങ്ങോട്ട് മാറി. പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ കുടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയും മദ്യാസക്ത രോഗം എന്ന അവസ്ഥയിൽ എത്തും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നിരന്തരമായി വല്ലപ്പോഴൊക്കെ ആണെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവര് ക്രമേണ ഈ മദ്യാസക്ത രോഗ അവസ്ഥയിലെത്തും. രണ്ട് തരത്തിലാണ് ഇത് എത്തുക എന്ന് പറയുന്നത്. ഒന്ന്, ജന്മന ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ജീനുകളുടെ ഒരു പ്രവർത്തനം മൂലം ഫസ്റ്റിലത്തെ പെഗ് എത്തുന്നതോടുകൂടി അയാളുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി വെച്ച് നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ കുടിയിൽ തന്നെ ഈ ആസക്ത രോഗ ലക്ഷണം കാണിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അതായത് ഫസ്റ്റിലത്തെ കുടിയിൽ തന്നെ രണ്ടാമതൊരു കുടിയെ കുറിച്ച് സമയം ആലോചിക്കുന്ന രീതിയിലേക്ക് ആദ്യത്തെ കുടി വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ആസക്തനായി എന്നതാണ്. അതായത് ഇങ്ങനെയാണ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം ഒരു കുടി കുടിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്ത ഒരു ആനന്ദം അനുഭവിച്ചു. പിന്നത്തെ കാലങ്ങൾ മുഴുവനും ചിന്തിക്കുന്നത്, ഒരു വർഷം വരെ ചിലപ്പം പോയിട്ടുണ്ടാവും, ചിന്തിക്കുന്നത് എന്നാണ് അതേ സംഗതി കുടിക്കാൻ കഴിയുക എന്നാണ്. കാരണം ആ ആനന്ദം അങ്ങനെ മനസ്സിൽ നിൽക്കുക. അത് ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കിടന്നത്. പക്ഷെ ഈ വർഷങ്ങളുടെ തടസ്സം വരാൻ കാരണം പൈസ ഇല്ലായിരുന്നു, പിന്നെ കുറെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുറെ എന്താ പറയാ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ കാലയളവ് നീണ്ടുപോയത്. ആ കാലയളവ് കുറയാൻ കാരണം ഞാൻ വലുതാവുകയും ഞാൻ സ്വന്തമായി സമ്പാദിക്കുകയും പിന്നെ ആരെയും നോക്കണ്ട എന്ന ഒരു ഘട്ടം വരികയും ചെയ്തു. ഇപ്പൊ ആ നിയന്ത്രണം എല്ലാം പോയപ്പോ ഇന്ന് കുടിച്ചതിന്റെ ബാക്കി നാളെ കുടിക്കാം എന്നുള്ളൊരവസ്ഥ വന്നു. ആ സമയത്ത് ആണ് നമ്മൾക്ക് ഇത് പ്രകടമായത്. ഞാനൊരു മദ്യാസക്ത രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് അന്നാണ്. പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് ഇയാൾ മദ്യാസക്ത രോഗത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു. കാരണം അയാൾ പിന്നെയും ഈ സാധനം കിട്ടുന്ന കാര്യത്തെ കുറിച്ച് ഇയാൾ മനസ്സിൽ ഇങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടിരുന്നു. അത് ശാരീരികമായി ജീവൻ ചിട്ടപ്പെടുത്തിയ ആൾക്കാർ. അല്ലാത്ത ചില ആൾക്കാർക്ക് ഒരേ സംഗതി നിരന്തരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റാത്ത ഒരവസ്ഥ, ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് നിരന്തരമായി എന്താ പറയാ, വണ്ടിയിലാണ് ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് വണ്ടിയിലാണ് പോകുന്നത് കരുത്, ഒരു ബൈക്ക് ഉണ്ടെന്ന് കരുത്, അല്ല സ്കൂട്ടർ ഉണ്ട്. അപ്പൊ അയാള് നിരന്തരം ഈ സ്കൂട്ടറിലാണ് അങ്ങാടിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു വർഷം 2 വർഷമൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഈ വണ്ടി കേടാണ്, എന്നാ പിന്നെ 3 കിലോമീറ്റർ ഉള്ളൂ, എന്നാ ഒന്ന് നടന്നു പോയേക്കാം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് പറ്റില്ല. വേഗം വേറൊരു വണ്ടി വിളിക്കുക ചെയ്യും. നടന്നു പോകാൻ പറ്റില്ല, കാരണം അയാൾ ഡിപ്പെൻഡഡ് ആണ്. അത് ആ ഒരു സംഗതി വാഹനവുമായിട്ട് ഇയാൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് ഇനി അത് ആ ഡിപ്പെൻഡൻസി അല്ലാണ്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. അതേപോലെ ഡിപ്പെൻഡൻസി ആയിട്ട് വടി കുത്തി നടക്കുന്ന ഒരാൾക്ക് വടിയില്ലാതെ നടക്കാൻ കഴിയില്ല. നമ്മള് ഓരോന്നും അങ്ങനെ ഒത്തിരി സംഗതികളുണ്ട്. ചിലതിനെ നിരന്തരമായി ആശ്രയിച്ചു കഴിഞ്ഞാല് പിന്നെ ആ സംഗതി അല്ലെങ്കിൽ നമുക്ക് പറ്റും. ചില ബെഡ് പോലും, ചില നമ്മൾ കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന ബെഡ്, അപ്പൊ ഒരുപാട് തരത്തിലുള്ള ബെഡുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ബെഡ്
ആ ബെഡിൽ കിടന്നാലാണ് നമുക്ക് ഉറക്കം വരിക എങ്കിൽ പിന്നെ ആ ബെഡ് അല്ലാത്ത തരത്തിലുള്ള ഒരു ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. കാരണം അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് വരും. നിരന്തരമായ ഉപയോഗം മൂലം ഡിപ്പെൻഡ് ചെയ്ത് പോയി. ഇതേപോലെ നിരന്തരമായ ഉപയോഗം മൂലം ഡിപ്പെൻഡൻസി കാണിച്ച ഒരു സംഗതിയായിട്ടും ഈ മദ്യാസക്ത രോഗം കയറി വരാം. ഈ രണ്ടു തരത്തിലും സംഭവം വരാം. അതുകൊണ്ട് ഇതൊക്കെ ഞാനത് മനസ്സിലാക്കുന്നത് ഈ ടൈമിൽ വന്ന് ഇതിനെ കുറിച്ച് പല ആൾക്കാരെടുത്തുന്നു. അതേപോലെ തന്നെ എന്റെ പുസ്തകങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, ഏതെങ്കിലും ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസമില്ല, മതവിശ്വാസമുള്ള ആൾക്കാര് ഈ പറഞ്ഞ സംഗതികളൊന്നും ചെയ്യില്ല. നല്ല മതവിശ്വാസമുള്ള ആൾക്കാർക്ക് അവർ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാറില്ല എന്നതൊക്കെ ആയിരുന്നു ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മനസ്സിലായി, ഈ സംഗതിക്ക് പ്രായമോ മതമോ ലിംഗമോ ബുദ്ധിയോ വർഗമോ വൈകാരിക ആരോഗ്യമോ ഭക്ഷണ രീതിയോ സാമൂഹിക സാമ്പത്തിക പദവിയോ അല്ലെങ്കിൽ പൊതു സ്വഭാവമോ പരിഗണിക്കാതെ ആരെയും ഈ രോഗം അടിച്ചു വീഴ്ത്തും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായി, ഇത് ആർക്കും വരാം. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം ചിട്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അത് ആ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതല്ല, എല്ലാവരുടെയും ശരീരത്തിൽ ഏകദേശം ഒരേപോലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് ആർക്കും സംഭവിക്കാവുന്നവയാണ് എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതല്ലാതെ ഞാൻ ഒരു സംഭവമായിട്ടോ അല്ല, ഞാനൊരു മോശക്കാരനായിട്ടോ അല്ല. നിങ്ങൾ എത്രമാത്രം കുടിക്കുന്നുവെന്നോ എപ്പോൾ കുടിക്കുന്നുവെന്നോ അല്ലെങ്കിൽ എന്തിനു കുടിക്കുന്നുവെന്നോ എന്നിവയെ പറ്റിയുള്ള ഒരു ചോദ്യമല്ല ഇവിടെ വരുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം കൊണ്ടല്ല ഇവിടെ കുടിക്കുന്നത്. നിങ്ങൾ എന്തിനാ കുടിക്കുന്നത്? ഞാൻ കുടിച്ചത് അതിനു വേണ്ടിയാ, അങ്ങനെയാണ് സംഭവം, ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. എപ്പോഴാണ് കുടിക്കുന്നത്? രാവിലെയാണോ കുടിക്കുന്നത്, വൈകുന്നേരമാണോ കുടിക്കുന്നത്? അതുമല്ല. പിന്നെ ആ ചോദ്യമൊന്നും അല്ല ഇവിടെ പ്രശ്നം. നിങ്ങളുടെ കുടി നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു? എന്റെ കുടി എന്റെ ജീവിതത്തെ എപ്രകാരം ബാധിച്ചു എന്ന് ഞാനൊന്ന് വിലയിരുത്തി. ഈ പറഞ്ഞ 5-6 മേഖലയിലും എന്റെ കുടി എന്നെ ബാധിച്ചു. ശാരീരികമായി അസ്വസ്ഥത, മാനസികമായി അസ്വസ്ഥത. മാനസികമായി എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ഭ്രാന്താണ് പെട്ടെന്ന് മനസ്സിൽ വരിക. മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുക, പക്ഷെ ശരിയായ വിശകലനം ചെയ്യാൻ പറ്റായിക. വിശകലനം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിന് അനുകൂലമായിട്ടാണ് വിശകലനം ചെയ്യുക, മദ്യത്തിന് അനുകൂലമായിട്ട്. ശരിയായ വിശകലനം നടക്കുന്നില്ല, തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അമിതമായി വികാര വിക്ഷോഭത്തിനാവും. ക്ഷമിക്കാൻ കഴിയുന്നില്ല, പൊട്ടിത്തെറിക്കുക, നിർബന്ധ ബുദ്ധി, ഒന്നിനും കൊള്ളാത്തവനാണെന്നത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവും. അത് എല്ലാ വികാരങ്ങളും നോർമലായിട്ട് പോയാലല്ലേ ഒരു നല്ല ജീവിതം ഉണ്ടാവുക. പക്ഷെ ആ കുറെ ആയി കഴിഞ്ഞപ്പോ ഈ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം, ചിലപ്പോൾ ചിലത് ഹൈ ആയിട്ടും ചിലത് ലോ ആയിട്ടും, ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും. ഒന്നിനും പറ്റാതെ ഇങ്ങനെ ആടി തൂങ്ങിയിരിക്കും, ഒന്നിനും കൊള്ളിയല്ല, ഒരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കും. ചിലപ്പോ ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ ഹൈ ലെവലിൽ ചാടിപ്പാഞ്ഞ് ഇറങ്ങി കുടിച്ചിട്ട് ഇങ്ങനെ. ചിലപ്പോ മൂഡ് ഡിസോർഡർ എന്ന് പറയാം. ശരിക്കും സൈക്കാട്രി ഒരു രോഗമാണ് മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ മദ്യപാനികൾക്ക് ഈ മൂഡ് ഡിസോർഡർ നിരന്തരം സംഭവിച്ചുകൊണ്ട്, ഒന്നെങ്കിൽ ഹൈ മൂഡ് അല്ലെങ്കിൽ ലോ മൂഡ്. ഈ നോർമൽ മൂഡിൽ പലപ്പോഴും നിൽക്കില്ല. ഈ ലോ മൂഡിൽ വരുമ്പോഴാണ് പലപ്പോഴും രണ്ടെണ്ണം അടിച്ച് ഹൈ മൂഡിലേക്ക്, ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. പിന്നെ ശരി തെറ്റുകളെ കുറിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറെ ശരികൾ നമ്മൾ കീപ്പ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുകയും വേണം, അനുവദിക്കുകയും വേണം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ വന്നത്. ഈ നിയമങ്ങളിലൊക്കെ തന്നെ പുറമേയുള്ള
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നിയമങ്ങൾ ഉള്ളതെങ്കിൽ ചിന്തിക്കുന്നതിന്റെ നിയമങ്ങളാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ശരിയായ നല്ലത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കും ഉപദ്രവകരമാവുന്നില്ല എന്ന് ഉറപ്പുവരുന്ന രീതിയിലുള്ള ചിന്താ പ്രക്രിയയാണ് ശരിക്കും ആത്മീയത. അതായത് അയാളുടെ ആത്മീയതയുള്ള ഒരാളില് കുറെ നല്ല ഗുണങ്ങൾ ഉണ്ടാവും. അയാളുടെ ചിന്ത പോലും എല്ലാം മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്ത രീതിയിലുള്ളതാണ്. അപ്പൊ ആ തരത്തില് ആത്മീയതയുള്ള ആള്, ഇപ്പൊ സത്യം പറയുക ആത്മീയതയുള്ള ആളാണ്, ക്ഷമിക്കുക ആത്മീയതയുള്ള ആളാണ്, സ്നേഹിക്കുക ആത്മീയതയുള്ള ആളാണ്. അങ്ങനെ കുറേ നല്ല ഗുണങ്ങൾ. അതേസമയം അതെല്ലാം ദൈവത്തിന്റെ ഗുണങ്ങളാണ്. ദൈവത്തിന്റെ ഗുണങ്ങൾ കുറേയാണ്. വിനയം, സ്നേഹം, എളിമ, സത്യസന്ധത, ആത്മാർത്ഥത, ആഹ് എന്ന് വേണ്ട സ്നേഹം തുടങ്ങിയിട്ടുള്ള കുറേ നല്ല ഗുണങ്ങളൊക്കെയാണ് ദൈവത്തിന്റെ ഗുണങ്ങൾ. മറ്റതൊക്കെ സാത്താന്റെ ഗുണങ്ങൾ. ദേഷ്യം, പൊട്ടിത്തെറിക്കുക, കുറ്റം പറയുക, അസൂയപ്പെടുക, അലസത കാണിക്കുക, അത്യാഗ്രഹം കാണിക്കുക, സ്വാർത്ഥത കാണിക്കുക തുടങ്ങിയ സാധനങ്ങളൊക്കെ സാത്താന്റെ ഗുണങ്ങളാണ്. അപ്പോ ഈ സാത്താന്റെ ഗുണങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ അയാൾ സാത്താനും, ദൈവത്തിന്റെ ഗുണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ആത്മീയതയുള്ള ആളുമാണ്. അപ്പൊ ശരിക്കും ഈ ദൈവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് കുറെ നല്ല സ്വഭാവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആത്മീയത ഉള്ള ആളാവും. ഒരു മദ്യാസക്തൻ ഒരിക്കലും ഈ ആത്മീയത ഉള്ള ആളാവില്ല. എന്നുവെച്ചാൽ ഈ നല്ല ഗുണങ്ങൾ കാണിക്കുന്ന ആളായിരിക്കില്ല. മിക്കവാറും അയാൾ ഒന്നെങ്കിൽ ദേഷ്യം പിടിക്കുക, പൊട്ടിത്തെറിക്കുക, വൈരാഗ്യം, ക്ഷമയില്ലായ്മ, ഭയം, ഉത്കണ്ഠ, തുടങ്ങിയിട്ടുള്ള അസൂയ, കുശുമ്പ്, പിന്നെ എന്താണ് പറയാ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം തുടങ്ങിയ എല്ലാ ഗുണങ്ങളുടെയും കലവറയായിരിക്കും മിക്കവാറും മധ്യാസ്ഥം. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ചില കാര്യത്തിലേക്ക് ചിലപ്പോൾ മുന്നിട്ട് നിൽക്കുക. എന്നാലും ടോട്ടൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഭാഗമായിട്ടുള്ള ഈ ഒരു സ്വഭാവ സവിശേഷ വികാര പ്രകടനങ്ങളായിരിക്കും ഏറിയ പങ്കുണ്ടാവുക. എന്നാൽ ഇങ്ങനെ വസ്തുള്ള ആ ഏറിയ പങ്കും നമ്മളിൽ ഉണ്ടാവുകയേയില്ല. ഈ സ്നേഹവും സഹനവും വിനയവും എളിമയും സത്യസന്ധതയും ആത്മാർത്ഥതയും സമയക്രമം പാലിക്കുകയൊക്കെ പറഞ്ഞ വാക്ക് പാലിക്കുക, നല്ല വർത്താനം പറയുക, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന് വേണ്ട ഇങ്ങനെ കുറെ നല്ല സ്വഭാവങ്ങളിലൂടെ പോകുന്ന ആളെയാണ് യഥാർത്ഥത്തിൽ ആത്മീയത. എന്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പോകുന്നില്ല, കള്ളു കുടിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെയാണ്. ഞാൻ കുറച്ചൊക്കെ ദേഷ്യം പിടിക്കും, കുറച്ചൊക്കെ ഞാനത് കാണിക്കും. അതൊക്കെ കാണിക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്. നോക്കിയേ മറ്റവരങ്ങനെയല്ലേ, ഇവരെങ്ങനെയല്ലേ, പിന്നെ ഞാനായിട്ട് ഇപ്പൊ ഇതിനെ നന്നാവുന്നത്. മറ്റേ ഈ പറയുന്ന ആത്മീയത എന്ന് പറയുന്ന ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആള് ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് കണ്ടുപിടിക്കുന്ന സമയത്ത് വിചാരിച്ചിരുന്നത്. എന്തിനു കൊള്ളാം? ഈ ഒരു പച്ചക്കറി എന്നൊക്കെ പറയും, പച്ചക്കറി വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ എന്താ പറയാ, മദ്യപിക്കാത്ത, ഈ പറഞ്ഞ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി ഇങ്ങനെ നടക്കുന്നവർ മാത്രമാണ് ഈ ആത്മീയതയുള്ള ആളെന്ന് പറഞ്ഞു വരുന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴാണ് ഈ ആത്മീയത എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണെന്ന്, നന്നായി ജീവിക്കാൻ, നല്ലൊരു സാമൂഹ്യ ജീവി ആവാൻ, കുടുംബത്തിലും നാട്ടിലും രാജ്യത്തും മൊത്തം നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഒരു നമ്മളെ അറിയപ്പെടാനും നമ്മൾക്ക് ഏറ്റവും സുഖകരമായി ജീവിക്കാനും ആവശ്യമുള്ള ഒരുപാട് നല്ല സവിശേഷതകളുള്ള ഒരു അവസ്ഥ വന്നാൽ അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. ആ കഴിവുകൾ, ആ ഗുണങ്ങളെല്ലാം ഉള്ള ആളായിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് ദൈവത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ പാതയിലാണെന്ന് ചില ആൾക്കാർ പറയുന്നത്. ആ പാതയിലായതുകൊണ്ടാണ് ആത്മീയതയുള്ള ആളാണെന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ വേഷമിട്ട് നടക്കുന്ന ആള് ഈ സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. പല വേഷങ്ങൾ കെട്ടിയ ആൾക്കാരാണ്. ഈ വേഷങ്ങൾ ഒന്നും കെട്ടിയില്ലെങ്കിൽ പോലും ഈ സ്വഭാവമുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാം. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോട് പറയണത്, നമ്മൾ ഒരു എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഈ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുക എന്ന്
പറഞ്ഞാൽ ഒരിക്കൽ പോലും ആരോടും വെറുപ്പ് കാണിക്കാതെ, ആരോടും വൈരാഗ്യം കാണിക്കാതെ, അത്യാഗ്രഹം കാണിക്കാതെ, അസൂയ കാണിക്കാതെ, അലസത കാണിക്കാതെ, അമിതമായ കാമം കാണിക്കാതെ, ഭയപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ ഒക്കെ ഇരിക്കുന്ന ഒരു സുന്ദരമായ മനസ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശാരീരിക ആരോഗ്യം നന്നാവും, മാനസികാരോഗ്യം നന്നാവും. 200-ൽ പരം ഈ മദ്യം മാറ്റി വെക്കുന്നതിനൊപ്പം ഉണ്ടാവുന്ന രോഗശമനത്തെക്കാൾ ഉപരി ഈ പറയുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ, അതായത് ആത്മീയത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ 80% ഈ പറയുന്ന നമ്മളുടെ മനസ്സിന്റെ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ അസുഖം വരാനുള്ള 80% സാധ്യത, 80% രോഗങ്ങളും നെഗറ്റീവ് ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ഒരുപക്ഷെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അറിയണു ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പിനെസ് ആണ് ശരീര പ്രവർത്തനത്തെ നോർമലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉള്ളിലുണ്ട്. അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ശാന്തത ഉണ്ടെങ്കിൽ ശരീരം നന്നായി പ്രവർത്തിച്ചോളും, പ്രതിരോധിച്ചോളും, രോഗങ്ങളെല്ലാം അകറ്റിക്കോളും. അങ്ങനെ നമ്മൾ കുറെ വർഷങ്ങളോളം സുഖമായി ജീവിക്കാൻ കഴിയും, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിച്ച ഒരുപാട് ഒക്കിനാവോ 115 വർഷമാണ് ഒക്കിനാവോയിലെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെയുള്ള ആൾക്കാരെല്ലാം ഹാപ്പി ആയിട്ട്. ഇറ്റലിയിലെ ഏതോ ഒരു ഗ്രാമമാണ്, അവിടെയും ഇതുപോലെ 100-ന് മുകളിലാണ് വയസ്സ് ശരാശരി പ്രായമുള്ളത്. അവിടെയും ഇത് തന്നെയാണ്, ഹാപ്പിനെസ് ആണ്. അപ്പൊ അവരൊക്കെ തെളിയിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ ശരീര പ്രവർത്തനങ്ങൾ നോർമലായിട്ട് നടന്നാൽ എല്ലാ പ്രതിരോധ ശേഷിയും ശരീരത്തിലുണ്ടാവും. ഈ പറയുന്ന ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, യൂറിക് ആസിഡ്, തൈറോയിഡ്, മുട്ടുവേദന, വയറുവേദന, ഗ്യാസ്, തലവേദന, വേണ്ട എല്ലാ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണം മനസ്സാണ്, ചിന്തയാണ്, മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. 80-90% സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മ. ആ സ്വസ്ഥത ഇല്ലാത്ത മനസ്സുണ്ടാവാനുള്ള കാരണം ഈ പറഞ്ഞ സാത്താന്റെ മനസ്സാണ്. എന്ന് വെച്ചാൽ സാത്താന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ ഭയം, ഉത്കണ്ഠ, ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളാണ് ഈ പറയുന്ന അസുഖം ഉണ്ടാവാനുള്ള. എന്നാൽ ഈ പറഞ്ഞ സംഗതികള് സ്നേഹവും സന്തോഷവും സംതൃപ്തിയും വിനയവും എളിമയും ഈ പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ഉള്ള ദൈവത്തിൽ പറയുന്ന നമ്മൾ പറയുന്ന കാണുന്ന ആ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സും സ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരവും സ്വസ്ഥമായിരിക്കും. ഈ ഒരു സംഗതിയൊക്കെ മനസ്സിലായത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് അവിടെയാണ് കൃത്യമായ ഒരു ആശയത്തെ ഇങ്ങോട്ട് മാറ്റി വെക്കുക ചെയ്തത്. അതൊക്കെ നല്ല ദേഷ്യം പിടിക്കുന്നതും അങ്ങനെ കാണിക്കുന്നതും കുറച്ച് അസൂയ കാണിക്കണം, കുറച്ച് പിശുക്ക് കാണിക്കണം, കുറച്ച് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ. അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നല്ലേ, ഞാനായിട്ട് ഇപ്പൊ ചെയ്ത് ഇപ്പൊ എന്താ കുഴപ്പം എന്നുള്ളതിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് കുഴപ്പം ഉണ്ടാവുന്നില്ലെങ്കിലും അവനവനില് കുഴപ്പം ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഞാനൊരു കാര്യത്തിന് വാശി പിടിക്കുമ്പോ അത് വാശി പിടിച്ച് ഞാനത് ചെയ്യുമ്പോ മറ്റേ ആളുടെ അടുത്ത് ജയിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരൊറ്റ വാശി നമ്മളിൽ സംഭവിക്കുന്ന ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട്, അത് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. ഒരു ദേഷ്യം പിടിക്കുമ്പോ നമ്മളുടെ ശരീരം എത്രമാത്രം അഡ്രീനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. അതെത്രമാത്രം നമ്മുടെ എല്ലുകളെ നുറുക്കിക്കളയുന്നു നമ്മൾ അറിയുന്നില്ല. ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് എത്ര ദിവസത്തെ ആയുസാണ്. ഒറ്റ സ്ട്രെസ്സിന് ഒരു കോർട്ടിസോൾ മതി. ഒരു കോർട്ടിസോൾ നമ്മൾ എത്രയോ ദിവസത്തെ ആയുസാണ് കുറയ്ക്കുന്നത് പെട്ടെന്ന്. അപ്പോ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടാവാനുള്ള നെഗറ്റീവ് ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കാരണം നെഗറ്റീവ് ചിന്തകളാണ്. ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് നടന്നു. ഇപ്പോ നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നല്ല ഹോർമോൺ ശരീരത്തിൽ ആരോഗ്യം കൊടുക്കും.
ആരോഗ്യം കൂടുന്നു. അപ്പൊ ആ ഒരു ധാരണ വന്നതോടുകൂടി ഞാനിപ്പോ ആരോടും ദേഷ്യം പിടിക്കാറില്ല. ദേഷ്യം പിടിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ജസ്റ്റ് ഭാവിയെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ആകുലപ്പെടാറില്ല. ആകുലപ്പെടേണ്ട കാര്യവുമില്ല. കാരണം നാളത്തെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല. ഒക്കെ ദൈവ നിശ്ചയം എന്ന് പറഞ്ഞ് നമുക്കതിനെ സുഖമായിട്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വന്നു. ഇപ്പൊ ഭയം കുറഞ്ഞു, ഉത്കണ്ഠ കുറഞ്ഞു, ദേഷ്യം കുറഞ്ഞു, വെറുപ്പ് ആരെയെ കുറിച്ചും വെറുപ്പ് സൂക്ഷിച്ചു നടക്കുന്നില്ല. അതെല്ലാം എടുത്ത് ഒഴിവാക്കി. ഇങ്ങനെ ഒരു കാലത്ത് ന്യായീകരിച്ചുകൊണ്ടിരുന്ന കുറേ സ്വഭാവ സവിശേഷത, ഞാൻ അങ്ങനെയാണ്, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എന്റെ കുടുംബം പിന്നെ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറയും എന്റെ അച്ഛനും അച്ഛനും അച്ഛന്റെ ഏട്ടനും മറ്റവരും മറിച്ചവരും ഒക്കെ ഈ സ്വഭാവക്കാരായിരുന്നു, അപ്പൊ ഞാനും അങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന ഒരു ന്യായീകരണത്തോടു കൂടി അത് ഒരിക്കൽ പോലും മാറ്റാൻ തയ്യാറായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോ ഇതിന്റെ അകത്ത് ചെറിയ ചേഞ്ച് വരാൻ, ഒരു പുതിയ ലെവലിലേക്ക്, ഒരു പറയുന്ന ആത്മീയ ലെവലിലേക്ക് അങ്ങോട്ട് മാറുന്നു. അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാവും. ശരിക്കും ഇതുവരെ കാണാത്ത ഒരു ലോകം, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ആശയം, പോവാത്ത ഒരു വഴി, പുതിയ ഒരു പന്താവിലേക്ക് ഈ പറയുന്ന യാത്ര ഒരു വമ്പൻ ചേഞ്ചാണ് വന്നത്. ആശയങ്ങൾ മാറിയെന്ന് മാത്രമല്ല, നമ്മളുടെ യാത്ര, ജീവിതയാത്ര ഇന്നലെ വരെ പിടിച്ചുകൊണ്ട് നടന്ന ഇന്നലെ വരെ നടത്തിയ ആ പാതയിലേ അല്ല, തികച്ചും വേറെ ഒരു പാതയിലേക്ക് ഒരു മാറ്റമാണ്. ഇതിനെ സൈക്കോളജിയിൽ പറയുന്നത് പാരഡൈം ഷിഫ്റ്റ് എന്നാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് വെച്ചാല് ഒരു യാത്രയില് ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ഇന്ന് ഇരുന്ന് ചിന്തിച്ച് യാത്ര മാറ്റി ചിന്തിക്കണം, മാറിപ്പോകണം. ഈ അതിന് ഒരു ഉദാഹരണം പറയുന്നത്, ഈ മഴവെള്ളം, വെള്ളം ഒരു മണ്ണിലൂടെ ഇങ്ങനെ കുത്തി ഒലിച്ചു പോവുകയാണെന്ന്. അപ്പൊ ഇങ്ങനെ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ അതിങ്ങനെ താഴ്ന്ന നിലത്തോക്ക്, ഇങ്ങനെ താഴ്ന്ന നിലത്തുകൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഒഴുകി പോവാം. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ വലിയൊരു കുന്ന്, ആ കുന്നിൽ ചെന്ന് വെള്ളം ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. ഇടിച്ചു നിന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ ബ്ലോക്കായ വെള്ളത്തെ ഓർത്ത് അവിടെ മതിലിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കാതെ ഈ വെള്ളം അവിടെ ചാല് മാറ്റി വേറൊരു വഴിയിലൂടെ പോവുക ചെയ്യും. നമ്മളൊരു വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു ന്യൂസ് കിട്ടുന്ന, ആ വഴി ബ്ലോക്കാണ് കേട്ടോ. ആ വഴി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ വേഗം പെട്ടെന്ന് ആലോചിക്കും നമുക്ക് വേറെ വഴിയുണ്ട്, ഈ വഴിക്കൂടെ പോയിട്ട് അങ്ങനെ പോകാം. നമ്മളിങ്ങനെ മാറ്റി വിടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് എന്നാ പോകുന്നിടത്ത് പോട്ടെ എന്ന് പറഞ്ഞു ഈ നേരെ ഈ ബ്ലോക്കിലേക്ക് ചെന്ന് ഇടിച്ച് കയറും. എന്നിട്ട് ഈ ബ്ലോക്കിൽ മണിക്കൂറുകളോളം കിടക്കും. എന്നാൽ ഈ അവിടെ ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞ് കുറെ ഇപ്പറയുന്നേ ഒന്ന് അറിഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ ഒരു വഴിയിലൂടെ കുറച്ച് വീതി കുറവായിരിക്കും എന്നിരുന്നാൽ പോലും ആ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് കൃത്യമായ സമയത്ത് സ്ഥലത്തെത്താൻ കഴിയും. മറ്റേ ആള് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നേരെ പോയി ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒന്ന് വഴി മാറ്റി വിടാൻ, വഴിയൊന്ന് മാറി വിടാൻ, ഈ പറഞ്ഞ വെള്ളം ഒലിച്ചു പോയപ്പോഴുള്ള വെള്ളം ഇങ്ങനെ വഴി മാറി പോകുന്ന പോലെ നമ്മൾ ചിലപ്പോ ഈ വഴി മാറ്റി വിടാൻ തയ്യാറല്ലല്ലോ. എന്ത് ബ്ലോക്കൊക്കെ അങ്ങോട്ട് വിടായിക്കുള്ളൂ വിചാരിച്ച് ബ്ലോക്കിൽ പോയി കിടക്കുന്ന ആൾക്കാരെ പോലെ സംഭവിക്കുന്നവർക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയി കുടുങ്ങി കിടക്കാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് വേറൊരു വഴിയിലൂടെ മാറി പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു പുതിയ റൂട്ട് പെട്ടെന്ന് ഒരു സംഗതി കിട്ടുന്നു, എന്നിട്ട് റൂട്ട് മാറ്റി പോകുന്ന ആൾക്കാരാണ് ഈ ശരിക്കും പറഞ്ഞാല് ഈ എന്താ പറയാ ഇമാജിനൽ തിങ്കിങ്ങിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു. വേറിട്ടൊന്ന് ചിന്തിക്കും. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകുന്നതിനപ്പുറത്ത് വേറൊരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ. അപ്പൊ എനിക്ക് തോന്നുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് വന്ന് നിലനിൽക്കുന്ന ആൾക്കാർ ഇമാജിനലുകളാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിച്ചു നടക്കും, ഭയങ്കര കുടിയും അങ്ങനെ ഭയങ്കരമായ
ഗത്യന്തരമില്ലാതെ കുടിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റും കാണാം. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ഒന്ന് മാറി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ആ അത് അത്തരമുള്ള ഒരു 2% കുടിക്കുന്ന ആൾക്കാരിൽ ഒരു 1% അല്ലെങ്കിൽ 2% ആൾക്കാർക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാജിനത്തിൽ എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോവുകയല്ല, ഒന്ന് മാറി ചിന്തിച്ച് എനിക്ക് വേറൊരു വഴിയിലൂടെ പോയാലോ എന്ന് ആലോചിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യവാന്മാരാണ്. ഈ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ചിന്താഗതിയിലുള്ള ഒരു ഷിഫ്റ്റിനെയാണ് പാരഡൈം ഷിഫ്റ്റ്. മൊത്തത്തിലുള്ള കാര്യം ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ പോയ യാത്രയിലേ അല്ല. അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരിക്കലും ഒരു തീവണ്ടി ഓഫീസില് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടുപേര് കുറെ പേര് ഇരുന്ന് അവിടെ നിന്ന് പത്രം വായിക്കുന്നു. ഒരു അച്ഛനും അച്ഛന്റെ 2 മക്കളും കൂടി ആ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അവരങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ 2 കുട്ടികളാണ്, ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള 2 കുട്ടികളാണ്, ആൺകുട്ടികൾ. ഇവര് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇതിന്റെ മുകളിൽ പോയി വലിഞ്ഞു കയറുന്നു, അപ്പുറം പത്രം വായിക്കുന്നവരെ പത്രം പിടിച്ചു കളിക്കുന്നു, അങ്ങനെ കളിയോട് കളി. അവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഈ കുട്ടികളുടെ കളി തീരെ ഇഷ്ടാവും. അപ്പോ ആൾക്കാരെല്ലാവരും നോക്കി. അപ്പൊ ഇയാളുടെ മകനാണ്. ഇയാളാണെങ്കിൽ ആ ഒരു കസേരയിൽ ഇങ്ങനെ വെറുക്കത്തിയാന്ന് പറഞ്ഞിരിക്കും. ഈ കുട്ടികൾ എങ്ങനെ കളിക്കുന്നതൊന്നും ഇയാൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കുറെ നേരമായി ദേഷ്യം വന്നവർക്ക് സഹിക്കാൻ വയ്യാതായപ്പോ ഒരാളെ എന്നിട്ട് ഇയാളുടെ കൂടെ ഭയങ്കരമായി ഷൗട്ട് ചെയ്തു. മനുഷ്യ, കുറെ നേരമായില്ലേ കുട്ടികളോടെ കിടന്ന് കളിക്കുന്നത്, എന്തായി കാണിക്കുന്നത് പറഞ്ഞ് ഇയാൾ ഭയങ്കരമായിട്ട് ഇയാളോട് ഷൗട്ട് ചെയ്യുക. ഈ ഷൗട്ടിങ് കേട്ടപ്പോഴും ആ ഈ ഈ ഈ കക്ഷി ഇരിക്കുന്ന കസേരയിൽ നിന്ന് വലിയ ഭാവമൊന്നും ഇല്ലാതെ ഇരിക്കുക. എന്തേ മനുഷ്യൻ, നിങ്ങൾ കുറെ നേരം ഞാൻ പറഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഒരു ഇതല്ലാതെ ഇയാൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. കുട്ടികൾ അമ്മാരി കളിയല്ല. അപ്പൊ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവരുടെ അമ്മ മരിച്ചിട്ട് 1 മണിക്കൂറായുള്ളൂ. ഞങ്ങൾ ഇപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അതിനാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. കുട്ടികൾക്ക് ഈ വിവരം അറിയില്ല എന്ന് ഇയാള് വളരെ സൗമ്യമായിട്ട് ഈ വളരെ ചൂടായി വന്ന ആളോട് പറയാണ്. എന്റെ ഭാര്യ, അതായത് അവളുടെ അമ്മ ഇപ്പൊ ഈ 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു. ആ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ അവര് ഭാര്യ വീട്ടിലാണ് ഉള്ളത്. ഞാൻ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അതിനാണ് വന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ ഈ ഷൗട്ട് ചെയ്തിരുന്ന ആളും ഈ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്ന ആളും എല്ലാവരും അവിടെ ഒരു നിമിഷം നിന്നുപോയി. അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവരുടെ പണി എന്ന് പറയുന്നത് ഈ 2 കുട്ടികളെ പോയി വാരിയെടുക്കുകയാണ്. വാരിയെടുത്ത ശേഷം ആ കുട്ടികൾക്ക് വെള്ളം വേണോ ചായ വേണോ എന്ന് ചോദിക്കുന്നു. ഇയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ഇയാൾക്ക് നിങ്ങൾ എന്താ പറയാ, ടിക്കറ്റ് കിട്ടിയോ, ടിക്കറ്റ് എടുത്തോ, ഞാൻ ടിക്കറ്റ് എടുക്കണോ എന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നു. എന്ന് വേണ്ട, പിന്നെ ഈ കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും വന്നിട്ടുള്ള ഒരു മാറ്റം പറയും. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു എന്ന് വെച്ചാല്, തൊട്ടു മുമ്പുണ്ടായിരുന്ന അവരുടെ ആ ഒരു മനസ്സിൽ നിന്ന്, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഈ ഒരു സംഭവത്തോടു കൂടി മനസ്സ് കംപ്ലീറ്റ് വേറെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇങ്ങനെ മനസ്സിനുണ്ടാവുന്ന ഒരു മാറ്റത്തിനെയാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ആൾക്കാർ നമ്മളിൽ എല്ലാവരും തന്നെ ഈ ഒരു പാരഡൈം ഷിഫ്റ്റ്, പുതിയ ആശയത്തിലേക്ക് നമ്മൾ മാറി. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം പോലെയല്ല. അയാളോട് ഷൗട്ട് ചെയ്യുന്ന അതേസമയം അയാൾ നേരെ ഈ ഒരു സംഭവം പറയാതെ അയാൾ തല്ലുള്ളൂ. ഇപ്പൊ ആൾക്കാരെല്ലാം കൂടി എടുത്തിട്ട് ഇയാളെ അടിക്കും. അങ്ങനെ അടിക്കാൻ വേണ്ടി ഓങ്ങി വന്നിരുന്ന ആൾക്കാരെ ചായ വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറിയ ഒരു മനസ്സാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ സ്ത്രീയെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു
കൺസെപ്റ്റിൽ നിന്ന് അത് നമുക്ക് കുഴപ്പമുള്ളതല്ല എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് കുടി എനിക്ക് തീരെ പറ്റാത്തതാണ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഉള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ആ ചേഞ്ച് മാനസികമായി മാറ്റം വന്നുകൊണ്ട് നമുക്ക് നമുക്ക് കുടിക്കാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മള് ആ ഒരു മാറ്റം ആദ്യം മനസ്സിന് മാറ്റം വന്നതോടുകൂടി നമ്മൾ ജീവിതത്തിലെ എല്ലാ ക്രമത്തിനും മാറ്റം. പിന്നെ നമ്മൾ പുതിയ മനസ്സിന്റെ ഉടമയാണ്. പുതിയ മനസ്സിന്റെ ഉടമയായതുകൊണ്ട് യാത്രകൾ മാറി. പുതിയ നേരത്തെ പോയ റൂട്ടിലല്ല, ഇപ്പൊ ബാറിന്റെ അടുത്തേക്കുള്ള യാത്രയെ പോകുന്നില്ല, നേരത്തെ കാണുന്ന ആൾക്കാരെ കാണുന്നില്ല, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. എല്ലാ സംഗതിയിലും നമ്മളൊരു പാരഡൈം ഷിഫ്റ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു മഹത്തായ സംഭവം സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിലുള്ള രോഗാവസ്ഥയെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ മദ്യമെന്ന കേവനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന പഴങ്കഥ തീർത്തു ഉപേക്ഷിച്ചു. മദ്യമെന്ന കേമനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു ചിന്തയിൽ നിന്ന് ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നിട്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നു. അതവിടെ ആ കഴിവ് നശിച്ചെന്ന് സമ്മതിക്കുക എന്നത് നാണം കെട്ട ഒരു ബലഹീനതയുടെ അടയാളമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ കഴിയില്ല എന്ന അതിനുള്ള കഴിവില്ല എന്ന് സമ്മതിക്കുക എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ നിന്ന് യഥാർത്ഥത്തില് ഒന്നും ഒഴിവാക്കാതെ, ഒട്ടും ചായം പൂശാതെ, ഒരു ഒഴുകഴുമില്ലാതെ, സ്വയം കബളിപ്പിക്കാതെ, ക്രൂരമായ സത്യത്തെ കണ്ണിമയ്ക്കാതെ നോക്കുന്നതിന് അസാമാന്യ ധൈര്യം ആവശ്യം. നമ്മൾ ഈ സത്യത്തെ, നമ്മളുടെ മദ്യാസക്ത രോഗത്തെ ശരിയായ ഒരു ആംഗിളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഷിഫ്റ്റ്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ വീമ്പ് പറഞ്ഞ് നടക്കുന്നില്ല, ഇനിയൊരു കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അതുപോലെ തുറന്നു പറയാന് എൻ്റെ ഒരു അവസ്ഥ, എനിക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളോ എനിക്ക് വന്നിട്ടുള്ള അപകടങ്ങളോ ഒന്നും തുറന്നു പറയാനുള്ള മനസ്സില്ലായിരുന്നു. എത്രമാത്രം കുടിച്ചു എന്നോ എത്ര രൂപയ്ക്ക് കുടിച്ചു എന്നോ ഒരിക്കൽ പോലും ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ആരും അറിയേണ്ട കേസല്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് എന്നിലുണ്ടാക്കിയിട്ടുള്ള നഷ്ടത്തെക്കുറിച്ച് കൃത്യമായി കുറെ ആൾക്കാരോടെങ്കിലും പറയാനുള്ളൊരു മനസ്സിലേക്ക് മാറ്റം വന്നു. ഒരാളോടും മിണ്ടാതെ അതിനിഗൂഢമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കലവറയായിരുന്നു മദ്യപാന സമയത്ത്. പൈസ കിട്ടിയതൊക്കെ എന്താക്കി എന്ന് ചോദിച്ചാൽ ജന്മത്തിൽ ഒരു മനുഷ്യനോട് പറയില്ലായിരുന്നു കലോട്. എന്നാൽ പൈസ കിട്ടിയതൊക്കെ എന്താക്കി എന്ന് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ ഒരു കാലത്ത് നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറ്റിക്കാണ്. വീമ്പ് പറയുന്നത് ഉചിതമല്ല. എന്നിരുന്നാലും തുറന്നു പറയട്ടെ, സ്വയം കബളിപ്പിക്കുന്നതിന്റെ ലോക റെക്കോർഡ് ഞങ്ങൾ ധാരാളമാണ്. സ്വയം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ളത് ഒരു സംഗതി വശത്ത് നടക്കുന്ന സമയത്ത് പുറമേ കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ പറയുകയും കാട്ടിക്കൂട്ടുകയും ഒക്കെ ചെയ്തത് ആക്ച്വലി നമ്മൾ എന്താണെന്നുള്ളത് നോക്കുന്നില്ല, കാണുന്നില്ല, കണ്ടാൽ തന്നെ മിണ്ടുന്നില്ല, അത് നമ്മൾ അനുഭവിക്കുന്നില്ല. വീണ്ടും വീണ്ടും കുറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് വന്നിട്ട്, പാരഡൈം ഷിഫ്റ്റ് വന്ന് ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോ എന്നിൽ ഈ മദ്യാസക്ത രോഗം എങ്ങനെ അത് എഫക്ട് ചെയ്തു, എനിക്ക് എന്തെല്ലാം നഷ്ടമായി, എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ആരോടൊക്കെല്ലാം ബന്ധങ്ങളിൽ എന്ത് സംഭവിച്ചു, രോഗങ്ങൾ എന്നെല്ലാം ഒന്ന് സ്വയം കണ്ടെത്താനുള്ള ഒരു മനസ്സിലേക്ക് മാറി എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് നേരത്തെ നോക്കിയിട്ടില്ല. നേരത്തെ നോക്കിയിരുന്നത് അതിന്റെ പോസിറ്റീവ് വശങ്ങളാണ് എങ്കിൽ, അത് മാത്രമാണ് നോക്കിയതെങ്കിൽ, ഇപ്പൊ നോക്കുന്നത് ആ കള്ളു കുടിച്ചപ്പോണ്ടായ നെഗറ്റീവ് വശങ്ങളാണ്. ഇതാണ് ഒരു മാനസിക മാറ്റം അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നപ്പോ, മാനസിക മാറ്റം വന്നപ്പോ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ആ മനസ്സുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല മാറുന്നു, ബന്ധപ്പെടുന്ന ആൾക്കാർ മാറുന്നു, ഉപയോഗിക്കുന്ന സമയം മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു, ധനവിനിയോഗം മാറുന്നു, എല്ലാ സംഗതിയിലും മാറ്റം വരുന്നു. അപ്പൊ പുതിയ ഒരു ജീവിത ക്രമം, ആ ഒരു പുതിയ ജീവിത ക്രമം ഇതുവരെ നമുക്ക് പരിചയമില്ലാത്തത്,
ഇതുവരെ ഇത് തീരെ പരിചയമില്ലാത്ത ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. അപ്പൊ നമ്മളൊരു പുതിയ വഴി വെട്ടുക ചെയ്ത്, പുതിയ വഴി. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് വഴി എന്നൊന്നില്ല. നമ്മുടെ വഴിയിലൂടെ ഇതുവരെ ആരും യാത്ര ചെയ്തിട്ടില്ല. ഇനിയും നമ്മൾ പോകുന്ന വഴിയിൽ ഒരാളോട്ട് വരികയില്ല. എനിക്ക് മാത്രമുള്ള ഒരു വഴിയാണ്. എന്റെ വഴിയിലൂടെ ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ല, ഇനി ആരും സഞ്ചരിക്കാനും. എന്റെ വഴി ഞാൻ തന്നെ വെട്ടും. വഴി എന്നൊന്നില്ല, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി എന്നാണ് ഒരു ചൈനീസ് പഴമൊഴി പറയുന്നത്. വഴി എന്നൊന്നില്ല, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. അങ്ങനെ സ്വന്തമായി ഒരു വഴി ഉണ്ടാക്കി ആ വഴിയിലൂടെ സ്വന്തമായി യാത്ര ചെയ്യാൻ എനിക്ക് ധൈര്യം തരുന്നത് ഈ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം ഈ എന്നെ തിരിച്ചറിയാൻ, എന്റെ യാത്രകൾ തിരിച്ചറിയാൻ, എന്നെ മനസ്സിലാക്കാൻ, ഇതുവരെ ഞാൻ എന്റെ ഉള്ളിലേക്ക് നോക്കാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. നേരത്തെയൊക്കെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ് കണ്ടിരുന്നത്, എന്റെ ഉള്ളിലേക്ക് നോക്കിയിരുന്നു. എന്നാൽ ഇപ്പോ ഞാൻ എന്റെ ഉള്ളിലേക്ക് ആദ്യം നോക്കുന്നു, ഞാൻ എന്നെ തിരിച്ചറിയുന്നു. ഞാൻ തീരുമാനം എടുക്കുന്നത് പുറമേക്ക് നോക്കിയിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തീരുമാനം എടുക്കുന്നത് ഞാൻ എന്റെ ഉള്ളിലേക്ക് ചോദിച്ചിട്ടാണ്. ലുക്ക് ഇൻസൈഡ്, ലുക്ക് ഔട്ട്സൈഡ് ആൻഡ് ദെൻ ഡിസൈഡ് എന്ന്. പുറമേക്ക് നോക്കുന്നു, അത് അകത്തേക്ക് നോക്കുന്നു, എന്നിട്ട് തീരുമാനിക്കുന്നു. നേരത്തെ അകത്തേക്ക് നോക്കുന്ന പ്രശ്നമില്ല, പുറമേന്ന് നോക്കിയിട്ടൊക്കെ തീരുമാനം എടുക്കുക. അപ്പൊ ഇതാണ് ഒരു വലിയ മാറ്റം. ജീവിതക്രമത്തിൽ മാറ്റം വരുന്നു, കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു, മനോഭാവത്തിൽ മാറ്റം വരുന്നു. അങ്ങനെ അതൊക്കെ വരുന്നതോടുകൂടി നമ്മളുടെ യാത്രയും മാറും, ജീവിതക്രമവും മാറും, ഡെയിലി റുട്ടീൻ മാറും. ഇങ്ങനെ ഇങ്ങനെ മാറിയില്ലെങ്കിൽ മറ്റേ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അതുകൊണ്ട് ഫെയിൽ വന്നാൽ മാറി എന്ന് പറഞ്ഞതിനപ്പുറം ഈ മാറുന്നത് കുടിക്കാതിരിക്കാൻ എന്നെ സഹായിക്കും. അതുകൊണ്ട് മാറുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് മാറ്റം എന്ന് പറയുന്നത് നിലനിൽക്കുകയും വേണം. അതായത് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായി എന്ന് വെച്ചിട്ട് ആ മാറ്റം ഒരു സ്ഥായിയായ സംഭവമല്ല. അപ്പോ ഇത് ഒരുപാട് നമ്മളിത് ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമാണ്, ഒരുപാട് കാലം നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ജീവിത രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മറ്റേത് താൽക്കാലികമായി ഒരു ട്രാക്കിലേക്ക് കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും അത് വഴുതി പഴയ ട്രാക്കിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വഴുതി പഴയ ട്രാക്കിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ നിരന്തരം സാധനയിലൂടെയും പരിശ്രമത്തിലൂടെയും പുതിയ വഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് അതില് വീണ്ടും വീണ്ടും ആഴത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിച്ചാൽ ഒരു കാരണവശാലും പഴയ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ലിറ്ററേച്ചർ സ്റ്റഡി മീറ്റിങ്ങും അതുപോലെ തന്നെ AA മീറ്റിങ്ങും ഒക്കെ നമുക്ക് വലിയ തുണയായിരിക്കുന്നത്. നിർബന്ധമായും ഇത് ദിവസവും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മൾ പഴയ പന്താവിലേക്ക് പോവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിനെന്നെ സഹായിക്കുന്ന കൂട്ടായ്മയിൽ നിലനിൽക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖത്തിനും സന്തോഷത്തിനും നല്ല നാളുകളെ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയ് മാഷെ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടി ചേർക്കാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ചോദിക്കാവേ. ആർക്കൊന്നും ചോദിക്കാനില്ലേ? ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഒരു അനുഭവം പറയാനാണെങ്കിൽ ജീവിതത്തില് ഈ നേരെ പാരഡൈം ഷിഫ്റ്റ് വന്നു. പാരഡൈം ഷിഫ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ചിന്താഗതിയിൽ നിന്ന് ഘടക വിരുദ്ധമായി, അത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവിലേക്ക് പക്ക എടുത്ത് ഇങ്ങോട്ട് മാറ്റിയ എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ ആ ഒരു ഷിഫ്റ്റ് ഇങ്ങോട്ട് വരുത്തിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ
വന്നിട്ടുള്ള വളരെ പ്രകടമായ ഏതെങ്കിലും മാറ്റമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നേരത്തെ ഞാൻ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചപ്പോ ഉണ്ടായിരുന്ന എന്റെ ദോഷവും ഇങ്ങനെ ചിന്തിച്ചപ്പോ ഉണ്ടായ എന്റെ ഏതെങ്കിലും ഗുണവും നമുക്ക് ഏതെങ്കിലും ഓർക്കുന്നത് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ആരും അത് ഇപ്പൊ ഈ പറഞ്ഞ സംഗതി ആ തരത്തിൽ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാന് ഇത് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കണമല്ലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് മറ്റേ ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അതിന്റെ ചിന്തയുടെ അവസ്ഥ മാത്രമല്ല അതിന്റെ പ്രവർത്തിയുടെ അവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും മിക്കവാറും എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ എന്താ പറയാ ആ പാരഡൈം ഷിഫ്റ്റ് വന്ന ഏതെങ്കിലും അനുഭവത്തിൽ പറഞ്ഞാൽ നന്നാവുമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഹലോ, എന്താ അനുഭവങ്ങളുള്ളവർ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ വരുത്താൻ പറ്റിയവരും വന്നവരും ഷെയർ ചെയ്യാം. അതൊരു ചർച്ചയായിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. ഞാൻ പറയാം. ചേട്ടാ കേൾക്കാവോ? ഞാൻ വണ്ടി ഓടിക്കുക. കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു അമിത മദ്യപാനിയാണ്. ദൈവത്തിന്റെ കന്യാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഒരു അതായത് നമ്മൾ കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെയും എവിടെയെങ്കിലും എനിക്ക് വണ്ടിയും കൊണ്ട് പോകണമെങ്കിൽ ഞാനൊരു കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ഡ്രൈവർമാരെ നോക്കുമായിരുന്നു. അവസാന കാലത്തൊക്കെ കള്ളു കുടിക്കാനാണെങ്കിൽ എനിക്ക് എന്തോ ഒരു മടിയായിരുന്നു. വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഞാൻ ആൽക്കോളിസം എത്തിയതിന് ശേഷം ഞാൻ ഒരുപാട് വണ്ടി ഓടിച്ചു. ഞാൻ ആരെയും കൂട്ടുകൂടാതെ ഇപ്പൊ അത് 16ാമത്തെ വർഷത്തിലേക്ക് എടുക്കും. അപ്പൊ ഈ 16 വർഷം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അത് എനിക്കൊരു വലിയ കോൺഫിഡൻസ് എനിക്ക് എത്ര ദൂരം വേണേലും ശ്രദ്ധയോടുകൂടി ഓടിക്കാം. ഞാൻ ഒരുപാട് ദൂരം ഒന്നും അങ്ങനെ പോവില്ല, എന്നാലും ഞാൻ പോയിട്ടുണ്ട്. 500-600 കിലോമീറ്റർ ഒക്കെ ഇവിടെയൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴേ. അപ്പൊ അന്നത്തെ കൺസെപ്റ്റ് എനിക്കൊരാള് വേണം, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഇത്രയും ദൂരം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ആത്മവിശ്വാസ കുറവാണോ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ 32ാമത്തെ വയസ്സിലേല് വന്ന, പക്ഷെ ഞാൻ വലിയ പ്രായത്തിലൊന്നും അല്ല, നല്ല ചെറുപ്പത്തിൽ തന്നെ വന്നതാണ്. അപ്പം എന്റെ ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട്. അത് മിക്കവാറും കുടി കൊണ്ടുണ്ടായതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പ്രത്യേകിച്ച് കുടിക്കുന്ന കൂട്ടുകാരെല്ലാം 2 അടിച്ചിട്ട് വണ്ടി കയറിയിരിക്കും. അപ്പൊ അവനെ കൊണ്ട് പോകും, എവിടെയെങ്കിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പോകുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഇപ്പൊ ഞാന് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് 100 കിലോമീറ്ററോളം ഓടിക്കണം എനിക്കൊരു എന്റെ ജോലി സ്ഥലത്ത് എത്താൻ. അത് ഞാൻ 24 മണിക്കൂറിൽ ഒരു 10-250 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പടികളിലൂടെ സഞ്ചരിക്കാനൊക്കെ ആദ്യമൊക്കെ പറഞ്ഞപ്പോ ഒരു 3-4 മാസമൊക്കെ ഞാൻ അങ്ങനെ ഒരു മടി പിടിച്ചിരുന്നു. എന്നാണോ ഞാൻ ഒരു വൺ ടൈം ആദ്യം ആയിട്ട് ഇത് പരിശീലിക്കാനായിട്ട് ആരംഭിച്ചത്, അന്നേരം ഒരു നല്ല മാറ്റം ഉണ്ടായി. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ കൂടുതൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എനിക്ക് മനസ്സിലായത് ആ പടികളുടെ പരിശീലനത്തിന് ശേഷമാണ്. പിന്നീട് ഡെയിലി ബേസിസിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പോൺസർമാരെ കണ്ടെത്തുക, മീറ്റിംഗ് കൂടുക, 24 മണിക്കൂർ എന്ന് പറയുന്ന പ്രോഗ്രാം. അതായത് ഞാൻ ആദ്യം വരുമ്പോൾ 24 മണിക്കൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വട്ടുള്ള പറഞ്ഞു, എന്ത് 24 മണിക്കൂർ, അപ്പം നാളത്തെ കാര്യം എന്താവും, അടുത്ത വർഷം എന്താവും. അപ്പൊ ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്ന് വെച്ചാൽ ജോലിക്ക് അപ്ലൈ ചെയ്യണ്ടെന്നോ അടുത്ത വർഷം കെട്ടാനുള്ള വീടിന് ഇഷ്ടിക ഇറക്കണ്ടെന്നൊന്നും അല്ല അതിനർത്ഥം. പക്ഷെ അത് ഇന്ന് ഇഷ്ടിക ഇറക്കുന്നു, പിന്നെ നാളെ സിമെന്റ് ഇറക്കുന്നു, പിറ്റേ ദിവസം അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാമഗ്രികൾ ഇറക്കുന്നു. അങ്ങനെയുള്ള ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ 24 മണിക്കൂർ ഞാൻ എന്റെ റിക്കവറിക്ക് വേണ്ടി ഉപയോഗിച്ച, ഇന്ന് കുടിക്കുന്നില്ല എങ്കിലും പിന്നീട് പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റി. ജീവിതത്തെ ഒന്ന് ക്ലിപ്തിപ്പെടുത്താൻ പറ്റി. അവന് ആൽക്കഹോളിസത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സാറിന്റെ ഇന്നത്തെ ഷെയറിങ്ങുകൾ ഒരുപാട് അവയർനെസ് തന്നു. വൺ അറ്റ് എ ടൈമാണ്, മുന്നോട്ട് പോകുന്നു. താങ്ക് യു സാറേ. താങ്ക് യു ശിവ് ചേട്ടാ, താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അധ്യാസനാണ്.
ഞാൻ വിശ്വസിക്കുന്ന വലിയ ശക്തിയുടെ അനുഗ്രഹത്താലും ഈ മഹത്തായ കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നതിനാലും ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ശിവദാസൻ. ഹായ് ശിവദാസൻ. ഹായ് ഹായ്. ഹായ് ഹായ്. എനിക്ക് മാഷിനോട് ചോദിക്കാനുള്ളത് ഞാന് കഴിഞ്ഞ ഒരു ഇതില് ആ എൻഡ് സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു മാഷോട്. അപ്പൊ മാഷ് എന്നെ പേഴ്സണലി വിളിക്കാനും പറഞ്ഞു. ഞാൻ മാഷിനെ വിളിച്ചു. അപ്പൊ മാഷ് അതിനുള്ള ഒരു ഉപാധി എന്നെ ഒരു പുതുമക്കാരൻ എന്നുള്ള നിലയ്ക്ക് 193 ദിവസമായിട്ടുള്ളൂ ഇന്നേക്ക്. അപ്പൊ ഞാനത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോ എന്നിൽ പല മാറ്റങ്ങളും ആയിട്ട് എനിക്ക് പല സമയങ്ങളിലായി പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ മാഷ് പറഞ്ഞു തന്ന ആ ഒരു വഴി തെരഞ്ഞെടുത്തപ്പോ എന്നെ സംബന്ധിച്ച് നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കോപത്തിന്റെ കാര്യമൊക്കെ ഞാൻ അന്ന് മാഷോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മദ്യത്തിന് പകരം ഈ ഒരു കോപത്തെ വെച്ചിട്ട് മനസ്സിൽ തന്നെ ഓർത്ത് ഇതാവുക, അങ്ങനെ ഞാൻ പല ഘട്ടങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടാണ്. മുന്നേ മദ്യപിച്ച സമയം ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെ പറയട്ടെ, ായാലും എന്നും ശിവദാസ പോയോ? എന്ത് വീണ്ടും പോയാ? കേൾക്കില്ല? ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നു. കേൾക്കണ്ടപ്പോ? ഇപ്പൊ കേൾക്കാം, ഇടയ്ക്ക് വിട്ടുപോയി. അപ്പൊ എന്നാ ഞാൻ വേഗം ചോദ്യം ഞാൻ ചോദിക്കാം മാഷെ. പറഞ്ഞോളൂ, അപ്പൊ പറഞ്ഞോളൂ. മുന്നേ ഞാൻ മദ്യം കഴിച്ചിരുന്ന സമയത്ത് ഇപ്പോ വീട്ടിൽ തന്നെ പറയാം, വൈഫിന്റെ അടുത്തായാലും മക്കളുടെ അടുത്തൊക്കെ ആയിട്ട് ഞാൻ മദ്യപിച്ച് വന്നിട്ട് എൻ്റെ ചില സമയങ്ങളിലുള്ള വികൃത സ്വഭാവങ്ങൾ സുബോധവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നിലുള്ള സ്വഭാവങ്ങൾ അവരിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. മാഷിന് ഹലോ ഒന്നുകൂടെ പറയൂ. ഞാന് മുന്നേ മദ്യപിച്ചിരുന്ന സമയത്ത് ഞാൻ വൈഫിനോടായാലും എൻ്റെ മക്കളോടായാലും ഞാൻ എന്നിൽ നിന്നുണ്ടാകുന്ന ചില സമയങ്ങളിലുള്ള വികൃത സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ സുബോധവാനായിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ഇതില് അവരില് എൻ്റെ ആ വികൃത സ്വഭാവങ്ങൾ, ഞാൻ മദ്യപിച്ചിരുന്ന ടൈമിലുള്ള വികൃത സ്വഭാവങ്ങൾ അവരിലും കാണുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക. ഓക്കെ, കുറെ നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്ന അതെ ആ ഒരു സ്വഭാവത്തിന് ഒരു പ്രതിരോധമായിട്ട് അവരൊരു രൂപരേഖ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ മൈൻഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാരണം അവർക്ക് നിലനിൽക്കണല്ലോ. അപ്പൊ അതിനൊരു പ്രതിരോധം അവര് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിയിൽ നിന്ന് മാറി നിന്നാലും അവരുടെ ആ പ്രതിരോധ സംവിധാനം പെട്ടെന്ന് മാറില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്വഭാവം കാണിച്ചാലും അവർ ആ പ്രതിരോധ സ്വഭാവത്തിലുള്ള ചില സ്വഭാവങ്ങളായിരിക്കും കുറെ കാലത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് അവര് അത്ര പെട്ടെന്ന് മാറില്ല എന്നർത്ഥം. കാരണം അവർക്ക് നിങ്ങളിലുള്ള പരിപൂർണ വിശ്വാസം വരുന്നോടം വരെ അവരത് കാത്തു സൂക്ഷിക്കും. കാരണം നാളെ കുടിച്ചിട്ട് വന്നാൽ നിങ്ങളോട് ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രതിരോധ സംവിധാനം വേണം. ആ പ്രതിരോധ സംവിധാനം അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനം അവര് അയച്ചു പണിയില്ല. അയച്ചു പണിയണമെങ്കിൽ വിശ്വാസം വരണം. കാരണം അയച്ചു പണിതിട്ട് നിങ്ങൾ വീണ്ടും ഇത് കുടിക്കുകയാണ് എങ്കിൽ അവര് ആകെ തകർന്നു പോകും. അങ്ങനെ തകരാതിരിക്കണമെങ്കിൽ അവര് അന്നുണ്ടാക്കി വെച്ച ആ പ്രതിരോധ ചിന്താഗതി നിലനിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ കുറെ കാലത്തേക്ക് ആ ഒരു ചിന്താഗതി തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ വീട്ടുകാർക്ക് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ മാറിയില്ലേ, പിന്നെ എന്താ അവര് മാറാത്തതെന്ന് ചോദിക്കണ്ട. അത് വരില്ല. വരണമെങ്കിൽ 1 വർഷമോ എങ്കിലും അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നിങ്ങൾ കുടിയിൽ നിന്ന് മാറി നിന്നു എന്നുള്ള
പൂർണ്ണമായ ഒരു വിശ്വാസം വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അവർ ചേഞ്ച് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അവർ ചേഞ്ച് ചെയ്ത് അവർ പെട്ടുപോകും. അതായത് അവർ ചേഞ്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് വരികയും നിങ്ങളൊരു പെട്ടെന്ന് സുപ്രഭാതത്തെ കുടിച്ചിട്ട് വരികയും ചെയ്ത് അവർ തകർന്ന് തരിപ്പണായി പോകും. ആ തരിപ്പണ ആവാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രതിരോധ സംവിധാനം വർക്ക് ചെയ്യും. അതുകൊണ്ട് അവര് തൽക്കാലം ഒരു മാറ്റവും വരുത്തിയല്ല. അത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഒന്നുമല്ല. അത് അവരുടെ മനസ്സിന്റെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ആണ്. കാരണം ഈ ഇരുമ്പ് ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുന്ന പോലെ പെട്ടെന്ന് പദം മാറിക്കഴിഞ്ഞാൽ ചില മനസ്സുകൾ ചിലപ്പം നിയന്ത്രണം കിട്ടൂല. അപ്പൊ അത് അങ്ങനെ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ട് അവര് അങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊന്നും അവരുടെ മൈൻഡ് മാറുമെന്ന് വിചാരിക്കേണ്ടതില്ല. മാത്രമല്ല, നിങ്ങളുടെ കൂടി അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് 90% പ്രശ്നങ്ങളും. അതുകൊണ്ട് അത് പെട്ടെന്ന് മാറൂല എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ അത് അവർക്ക് തോന്നണം, അവർക്ക് വിശ്വാസം വരണം, വന്നാൽ തോന്നും. എന്നാൽ വളരെ പെട്ടെന്ന് മാറും. ഇപ്പൊ ഏതായാലും 1 വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ടോക്കൺ വായിക്കുന്ന സംഗതി എല്ലാം മാറ്റം വരും. ഓക്കെ. ഓക്കെ, താങ്ക് യു മാഷെ, താങ്ക് യു. താങ്ക് യു സുദാസ, താങ്ക് യു. അടുത്ത ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. വിജയ മാഷ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. എൻ്റെ പേര് സജോഷ്, ഞാൻ മധ്യാസക്തനാണ്. സാറെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. മാഷ, ഇതൊരു ചോദ്യം എന്ന് വേണേൽ പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ്. പുള്ളി അമിത മദ്യപാനിയാണ്, ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം പുള്ളിക്ക് ഒരു മനുഷ്യനുമില്ല സഹായിക്കാൻ, ഒരു ഹെൽപ്പും ഇല്ല. പറഞ്ഞാലിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം പുള്ളിക്കുണ്ടോയെന്നും സംശയമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കുടിയാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിടന്നുറങ്ങും, കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും കുടിക്കും. അമ്മാതിരി ഒരു സ്റ്റൈലാണ്. ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ലീവ് ദം അലോൺ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് കൂടി മാറ്റി വെച്ചിട്ട് നമ്മുടെ മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഇത് കൂടിയെ മാറ്റി വെച്ച് അയാളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അയാൾക്ക് ഒന്നിനും പറ്റില്ല. ഒരു ചികിത്സാലയമാണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നല്ലൊരു ചികിത്സാലയത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു എത്തിപ്പെട്ട ആദ്യത്തെ 8-10 ദിവസം അയാളുടെ അഡിക്ഷൻ നടന്നതിന് ശേഷം പിന്നെയുള്ള 10-15 ദിവസം ഇയാൾക്ക് നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ചികിത്സാലയമാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ അയാളോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കൂല, പെട്ടെന്ന് കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, ഒന്നും നടക്കില്ല. കാരണം അയാളുടെ ശരീരത്തിന്റെ പ്രകൃതം അങ്ങനെ ആണെന്നുള്ള ചികിത്സാലയത്തിൽ എത്തിക്കുക തന്നെ അതിന്റെ ഏറ്റവും വലിയ മാർഗം. വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അതിനുള്ള പൈസ ന്റെ കാര്യമാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ഇഷ്ടംപോലെ, മോചനം പോലെയുള്ള. അതേ മാർഗമുള്ളൂ. അലക്സ് എന്നാണ് പേര്. എൻ്റെ പേര് സജോഷ്, ഞാൻ കാനഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ഷിബുചേട്ടൻ്റെ ഫ്രണ്ടാ. ഓക്കെ. അവിടെ എവിടെയും ചികിത്സാലയം ഉണ്ടെങ്കിൽ എത്തിക്കാൻ നോക്കുകയാണ് പറ്റിയ ഒരു മാർഗമുള്ളത്. അല്ലാണ്ട് ഇത്തരം ആ സ്റ്റേജിൽ എത്തിയ ഒരാൾക്ക് വല്ലാണ്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബോധവൽക്കരണം കൊണ്ട് നടക്കൂല. ഒരിക്കലും അയാളുടെ ബോധവൽക്കരണം കൊണ്ടോ നിങ്ങൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടോ സെന്റിമെന്റ്സ് കൊണ്ടോ ഒന്നും അയാൾക്ക് ഒരു സംഗതി നടക്കില്ല. അയാൾ അന്നേരം പറയാ ചാവുകയാണ് ചാവട്ടെ എന്നാ പറയാ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചികിത്സാലയത്തിൽ ഒരാളെ എത്തിപ്പെട്ട്, ഞാൻ ചികിത്സാലയത്തിൽ പോവാറുണ്ട്, എത്തിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവസാനത്തെ ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ ഒരാളായിരുന്നു അയാൾ എത്തിപ്പെട്ടത്. പക്ഷെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാളെ കാണാനിടയായത്. പക്ഷെ അയാൾ അത്യാവശ്യം ആരോഗ്യവാനായിട്ട് അയാൾ റിയലൈസ് കഴിഞ്ഞിരിക്കണം. ഇതേപോലെ തന്നെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് 5 വർഷമായി, അച്ഛനില്ല, അച്ഛൻ പിണങ്ങിപ്പോയി, ഒറ്റയ്ക്കായിരുന്ന സംഗതിയാണ്. അപ്പൊ അത് കുറച്ചുപേരുടെ അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവിടെ ചികിത്സ ഡോക്ടർമാര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അയാൾ നല്ല ആരോഗ്യവാനായിരിക്കുന്നു. അയാള് രക്ഷപ്പെടണം, ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് അയാൾ മാറിയിരിക്കുന്ന ചികിത്സാലയത്തിൽ എത്തിയപ്പോ കേട്ടോ. ഓക്കെ, സമയമായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സജോഷ്, താങ്ക് യു.
താങ്ക് യു വിജയ മാഷെ. നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുബോധത്തിൻ്റെ നല്ലൊരു ദിവസം കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും വിജയമാഷെ കണ്ടുമുട്ടാം. വിജയമാഷിനും ആയുസ്സും ആരോഗ്യവും സുബോധത്തിൻ്റെ നല്ല നാളുകളും ആശംസിക്കുന്നു. ജോലി ചേട്ടാ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പോ ഈ സജേഷ് ചോദിച്ച ചോദ്യത്തിനുള്ള അനുബന്ധമായിട്ട് ഒരു ചെറിയ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഇതിന് അനുബന്ധമായിട്ട് നമ്മുടെ നാട്ടില് കേരളത്തില് ഈ ഗവൺമെന്റ് സാധാരണ ഈ ഡി അഡീഷൻ സെന്ററിൽ ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അല്ലാതെ ഇത്രമാത്രം ക്രിട്ടിക്കലായൊരു ആൾക്കാരെ നോക്കുന്ന സ്ഥാപനങ്ങൾ ഏതെങ്കിലും സാറിന്റെ അറിവിൽ ഉള്ളത് ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് പറയാമോ? ഈ സ്ഥലം എവിടെയാ? ഞാനിപ്പോ UK സംസാരിക്കണ. എൻ്റെ പേര് ജോളി. ഞാനൊരു പഞ്ചാസക്തരാണ്. ഞാൻ ഇതിപ്പോ ഈ സജേഷ് ചോദിച്ച അതേ കാരണം വെച്ചാൽ എൻ്റെ അറിവിലും ഇതേപോലെ ഉണ്ട്. നിർഭാഗ്യം എന്ത് ചെയ്യാൻ അറിയണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ UK പക്ഷെ നാട്ടില് ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ഞാൻ അതിന് പറ്റിയ ഇടം നമ്മുടെ നാട്ടില്, ഞാൻ മൂവാറ്റുപുഴയാണ് നാട്ടില്. എനിക്ക് എല്ലാ ചികിത്സാലയം അറിയില്ല. ഞാൻ ഈ പറഞ്ഞ ചികിത്സാലയം ഇവിടെ കട്ടിപ്പാറ എന്ന് പറഞ്ഞ ചികിത്സാലയം ഉണ്ട്. അവിടെയാണ് കത്തിപ്പാറ. കട്ടിപ്പാറ. ചേട്ടാ, എനിക്കൊരു ചികിത്സാലയം അറിയാം. അത് കോലഞ്ചേരി ഹോസ്പിറ്റലാണ്. അയ്യോ, അവിടെ അവിടെയൊക്കെ എങ്ങനെയാന്ന് എനിക്ക് കാരണിച്ചില്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ മോറ്റക്കാരനാ, കോളഞ്ചേരിയിലൊരു എൻ്റെ ഒരു സുഹൃത്ത് പോയി എന്തൊക്കെയോ ചെയ്തു. അവസാനം വീണ്ടും ആ പുള്ളിയെ കാണുമ്പോൾ ഞാൻ എൻ്റെ അന്നൊന്നും ഞാൻ മദ്യാസക്തനൊന്നും ആയിട്ടില്ല. കാരണം വെച്ചാൽ